Okay, thank you. Good morning all. റിവൈവ് അക്കാദമി സംഘടിപ്പിച്ച ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് എന്ന പ്രോഗ്രാമിന്റെ ഓറിയന്റേഷൻ സെഷനിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദ്യമായ സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി വിവിധങ്ങളായ ട്രെയിനിങ് പ്രോഗ്രാംസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ നടത്തി വരാറുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന, പ്രത്യേകിച്ച് നമ്മൾ ലേഡീസിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് എന്നുള്ളത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടെന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമില് നമ്മൾ ചെയ്താൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ വിശദമായിട്ട് സാറ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മളെല്ലാവരും സ്ത്രീകളാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഓരോ ഘട്ടങ്ങളിലേക്ക് പോകുന്ന ആളുകളാണ്. ആദ്യം ഒരു പെൺകുട്ടിയായിട്ട് നമ്മൾ മുന്നോട്ട് വന്ന് പിന്നെ ഒരു അമ്മയാവുന്നു, ഒരു ഭാര്യയാകുന്നു, മരുമകളാകുന്നു, അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ നമ്മൾ അലങ്കരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ലൈഫിൽ ഒത്തിരി പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകുന്ന പല സിറ്റുവേഷൻസും നമ്മുടെ ലൈഫിൽ വന്നേക്കാം. അപ്പോഴൊക്കെ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും അതേപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകളെ, നമ്മുടെ മക്കളായാലും നമുക്കറിയാം, ഒരു അമ്മ എന്നുള്ളത് ഒരു കുട്ടീനെ വിജയിപ്പിച്ചെടുക്കാൻ വളരെ വലിയൊരു പങ്ക് നമ്മൾ വഹിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? ഒരു കുട്ടി ജനിച്ചതു മുതൽ അവരെ വളർത്തി വലുതാക്കി അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൽ അമ്മയുടെ പങ്ക് വളരെ വലുതാണ്. അപ്പൊ അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആദ്യം ഓക്കെ ആയിരിക്കണം, നമ്മളെ മൈൻഡ് ഓക്കെ ആയിരിക്കണം. നമുക്ക് അതിനുള്ളൊരു ധൈര്യവും ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കുട്ടികളായാലും നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഹസ്ബൻഡിനെ ആയാലും ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്കെ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നതും അതാണ്. നമ്മൾ ഓക്കെ ആവുക, നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മളൊരു ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നൊരു സ്ത്രീ ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഈ ഒരു പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവും ഗൈഡും കൂടെ ആയിട്ടുള്ള ഹാരിസ് കൽത്തറ സാറാണ്. സാറിനെ കുറിച്ച് പറയുമ്പോൾ 10 വർഷക്കാലമായി വിവിധങ്ങളായ ട്രെയിനിങ് പ്രോഗ്രാംസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നാട്ടിലും മറുനാട്ടിലും ഒക്കെ നടത്തി വരുന്ന വ്യക്തിയാണ്. ഹാപ്പിനെസ് ഗുരുവും അതേപോലെ NLP ഗ്രാൻഡ് മാസ്റ്ററും കൂടെ ആയിട്ടുള്ള സാറ് സുജോക്കു, അക്യുപങ്ക്ചർ, പ്രാണിക് ഹീലിംഗ് തുടങ്ങിയിട്ട് ഒരുപാട് ഹീലിംഗ് പ്രോസസ്സുകളിൽ വൈവിധ്യം നേടിയിട്ട് കൂടെയുള്ള സാറാണ്. എന്നെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഒരുപാട് 10,000-കണക്കിന് സ്ത്രീകളുടെ ലൈഫിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാറിന്റെ ക്ലാസ്സുകൾക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്താ പറയുക, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാനും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കാനും ഉള്ളൊരു സാറിന്റെ വാക്കുകൾക്കുള്ളൊരു കഴിവ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾക്കത് വരും ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി വെൽക്കം ചെയ്യാണ്. അതോടൊപ്പം ഈ ഒരു പ്രോഗ്രാം കേൾക്കാനും എന്താണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിട്ട് ലൈവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സാറിനെ വെൽക്കം ചെയ്യാം. എല്ലാവരും ചാറ്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് വെൽക്കം സാർ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാറിനെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ ടു ഹാൻഡിൽ ദ സെഷൻ. യെസ്, താങ്ക് യു. ഓഡിബിൾ ആണ്? കേൾക്കുന്നുണ്ടോ? ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് പറയാമോ? ഹലോ, കേൾക്കാം സർ, ഓക്കെ ആണ്, ഓഡിബിൾ ആണ്. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദ്യമായ സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. നമ്മൾ ഏകദേശം 5 വർഷക്കാലമായി പ്രത്യേകിച്ച് ഓൺലൈനിൽ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടും വ്യത്യസ്തമായുള്ള പ്രോഗ്രാമുകൾ ചെയ്തു വരുന്നുണ്ട്. അതിലേറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകളിൽ വളരെയധികം റിസൾട്ട് ഉണ്ടാക്കിയ ഒരുപാട് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ ചേർത്തുകൊണ്ട്
നമ്മളുടെ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ലെറ്റ് എന്ന പ്രോഗ്രാം. അപ്പോ ഈ കോഴ്സിനെ കുറിച്ച് അറിയാനും, അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ എങ്ങനെയാണ് സന്തോഷവും സമാധാനവും നേടിയെടുക്കുക എല്ലാ മേഖലയിലും എങ്ങനെയെന്ന് അറിയാനും എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സന്തോഷങ്ങൾ നേരുകയാണ്. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഇനി വീഡിയോ ഓൺ ആക്കാൻ പറ്റും. ജസ്റ്റ് വീഡിയോ ഓൺ ചെയ്യുക. ഓക്കെ, വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന്റെ മുന്നേ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആളുകൾ, സ്ഥിരമായി എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളും അല്ലാത്ത ആളുകളും ആദ്യമായി ജോയിൻ ചെയ്ത ആളുകളൊക്കെ ഉണ്ടാകും. ഫസ്റ്റ് ടൈം എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ചാറ്റ് ചെയ്യാമോ? ചാറ്റ് ചെയ്താൽ മതി. ലെറ്റർ ഐ ഒന്ന് ടൈപ്പ് ചെയ്യാം. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വന്നതെങ്കിൽ. ഓക്കെ, യെസ് ഉണ്ട്. ആദ്യമായി പങ്കെടുക്കുന്ന ആളുകളുണ്ട് അല്ലേ? സന്തോഷം സന്തോഷം, ഗുഡ്. അപ്പൊ ഇനി ഞാൻ എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ചിലര് പറയും എനിക്ക് പണമാണെന്ന് പറയും. ചിലര് പറയും പറയുന്നത് നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, ആരൊക്കെ എന്തൊക്കെ പറയുന്നു നോക്കാമല്ലോ. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജീവിതത്തിൽ? എന്താണ്? ഫാമിലിയാണ്. ഓക്കെ, എല്ലാവരും വന്നോളൂ കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യണം? ഒന്ന് ചാറ്റിൽ വരിക. എല്ലാവരും വന്നോളൂ. ഓക്കെ, ഫൈസു ഹാപ്പിനെസ് ആണ് പറയുന്നത്. റെയ്ഹാന റഹ്മാൻ പറയുന്നത് ഫാമിലിയാണ് ഏറ്റവും പ്രധാനം. ഷഹാന കേസ് ഹാപ്പിനെസ് ആണ് പ്രധാനം. ഷിബില പറയുന്നു ഹാപ്പിനെസ് ആണ് പ്രധാനം. ഓക്കെ, ഹാപ്പിനെസ് ആണ് പ്രധാനം. സമീന പറയുന്നു, ജസ്ന പറയുന്നു, ഐഫോൺ എന്നാണ് പേര് കാണുന്നത്. ഓക്കെ, നൌഷിബ പറയുന്നു ഹാപ്പിനെസ് ആണ്. സുൽഫത്ത് ഹാപ്പിനെസ് ആണ്. ആമിന ബി ഹാപ്പിനെസ് ഫാമിലിയാണ്. ഷബിന ഷെറിൻ സന്തോഷവും സമാധാനവുമാണ്. ഫാമിലിയോടൊപ്പം ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് സുറുമി പറയുന്നത്. സമാധാനമാണ് ഫസ്ന പറയുന്നു. മനു ഓക്കെ ഹാപ്പിനെസ് ആണ്. വേറെ ആളുകൾ എല്ലാവരും പറഞ്ഞോ? ബിൻസി പറയുന്നു സമാധാനമാണ്. ഓക്കെ, ജിജി പറയുന്നു ഹാപ്പിനെസ് ആണ് പ്രധാനം. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട്? ഹാപ്പിനെസ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹാപ്പിനെസ് ആണ് പ്രധാനം. അല്ല, എപ്പോഴാണ് നിങ്ങൾ ഹാപ്പി ആവുക? നിങ്ങൾ പറഞ്ഞു ഹാപ്പിനെസ് ആണ് പ്രധാനം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറയുന്നു എനിക്ക് നല്ല ഒരു ബിരിയാണി കഴിച്ചാൽ ഞാൻ ഹാപ്പി ആകുമെന്ന് പറഞ്ഞു. ബിരിയാണിയോ? ഒരു ബിരിയാണിയാണ് ഇപ്പോ? അതൊന്നുമല്ല. അല്ല, ഞാനൊരു യാത്ര പോവുകയാണ്. ഒരു യാത്ര പോയി കഴിഞ്ഞാൽ ഹാപ്പി ആകും. എപ്പോഴാണ് നിങ്ങൾ ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞത്? എപ്പോഴാണ് നിങ്ങൾ ഹാപ്പി ആകുന്നത്? ഒന്ന് പറയാമോ? ഒന്ന് പറഞ്ഞോളൂ. എപ്പോഴാണ് നമ്മൾ ഹാപ്പി ആകുന്നത്? നിങ്ങള് നമ്മുടെ ക്ലാസ്സിന്റെ അല്ലെ ഒരു സ്റ്റൈൽ അറിയാം. അല്ലാത്ത ആളുകളോട് പറയുന്നു ഞാനിങ്ങനെ പ്രസംഗിക്കുക, നിങ്ങൾ കേൾക്കുക, അങ്ങനെയൊന്നുമല്ല. നമ്മൾ നമ്മുടെ ജീവിതം ചർച്ച ചെയ്യുകയാണല്ലോ. ഓക്കെ, എപ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്? നിങ്ങളൊന്ന് പറയാമോ എപ്പോഴാണ്? ഫാമിലിയോടൊപ്പം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ, സന്തോഷവും സമാധാനവും പറഞ്ഞിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് അവർ സറൗണ്ടിങ്സ്. ഓക്കെ, ഫാമിലിയോടൊപ്പം ചിലവിടുന്ന സമയത്താണ് സന്തോഷമാകുന്നതെന്ന് പറഞ്ഞു. മൈൻഡ് ഫ്രീ ആകുമ്പോഴാണ് ഹാപ്പി ആകുന്നത് പറഞ്ഞു. സന്തോഷവും സമാധാനവും അതായത് സന്തോഷവും സമാധാനവും ഉണ്ടാകുമ്പോൾ എപ്പോഴാണ് ഹാപ്പി ആവുന്നത് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്നു സന്തോഷവും സമാധാനവും ഉണ്ടാവുമ്പോൾ. ശബന പറയുന്നു, ശബന ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എപ്പോഴാണ് ഹാപ്പി ആകുന്നത്? ഹാപ്പി ആവുമ്പോൾ. യെസ്, അതാണ് എന്റെ ചോദ്യം. എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടതും ക്ലാരിറ്റിയാണ്. എന്നെ കേൾക്കുന്നുണ്ടോ? ദൈവം തമ്പുരാന് വേണ്ടതും ക്ലാരിറ്റിയാണ്. എന്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് എന്താണ് വേണ്ടതെന്ന് എന്ത് ചെയ്യണം? പടച്ച തമ്പുരാനോട്, ദൈവം തമ്പുരാനോട്, അല്ലെ സർവേശ്വരനോട്, ജഗദീശ്വരനോട് പറഞ്ഞു കൊടുക്കാനും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എപ്പോഴാണ് നിങ്ങൾ ഹാപ്പി ആവുന്നത്? നമ്മൾ എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുമ്പോൾ റിഷാന സന്തോഷം. ഫുഡ് കഴിക്കുമ്പോൾ, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുമ്പോൾ, ഇഷ്ടപ്പെട്ട ട്രാവൽ ചെയ്യുമ്പോൾ. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും വലിയ വലിയ ആഗ്രഹങ്ങളും നമുക്കുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, വലിയ വലിയ ആഗ്രഹങ്ങൾ. കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളല്ല, അതെല്ലാം വലിയ ആഗ്രഹങ്ങൾ തന്നെയാണ്. നിങ്ങളെ മക്കളോടൊപ്പം വാത്സല്യ സമ്പൂർണമായ ഒരു ജീവിതം, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം വളരെ പരമായ സന്തോഷകരമായ കളിയും ചിരിയും കൂട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല ഭക്ഷണം നമുക്ക് കഴിക്കേണ്ടതുണ്ട്. യാത്രകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട്. പല ആളുകളെയും നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട്. പല വഴികളിലൂടെയും സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ട്. പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അതിനെല്ലാം ആവശ്യമായിട്ടുള്ള പണം, ഫിനാൻഷ്യലി, അത്തരത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാവുമ്പോഴാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്, അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാവുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുന്നത്. ശരിയാണോ? ശരിയല്ലേ? ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട്, വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാവുമ്പോഴാണ് നമ്മൾ സന്തോഷവാന്മാരാകുന്നത്. പിന്നെ ഇവിടെ സമാധാനം വേണം, സന്തോഷം വേണം എന്ന് നമ്മൾ പറയുന്നു. സർവേശ്വരന്റെ, ദൈവം തമ്പുരാന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാലൊടുങ്ങാത്ത കോടാനുകോടി അനുഗ്രഹങ്ങൾ ഓരോ സെക്കൻഡിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്കത് കാണാനോ ആസ്വദിക്കാനോ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ട് നിറഞ്ഞ മനസ്സോടുകൂടെ അതിനെ എൻജോയ് ചെയ്യാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗമായിരിക്കും നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യങ്ങളെ, സന്തോഷകരമായ കാര്യങ്ങളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നു. ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോഴും നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ അതിൽ തന്നെ ലോക്കായിട്ട് അവിടെ നിൽക്കും. മറ്റു സന്തോഷകരമായ കാര്യങ്ങളൊന്നും നമുക്ക് കാണാതെ ആസ്വദിക്കാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥയുമുണ്ട്. അപ്പൊ നിലവിൽ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട്, ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിനെ വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു ഭാഗത്ത് നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതം നമുക്ക് ലഭിക്കാത്തതിന്റെ ഒരു പരാതിയുമുണ്ട്. അങ്ങനെ ആയിരിക്കും പലപ്പോഴും പല ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പൊ അതിനായിട്ട് ഒന്ന്, നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നിലവിൽ ഏതവസ്ഥയാണോ ആ അവസ്ഥയെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട്, പൊരുത്തപ്പെട്ടുകൊണ്ട് നിലവിലുള്ള അനുഗ്രഹങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും, നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള എലമെന്റുകൾ, ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ സജ്ജമാവേണ്ടതുണ്ട്. അപ്പോ അതിനായിട്ട് നമ്മൾ പരിശീലിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും, മനസ്സ് പാകപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിൽ വിജയകരമായ ചിന്തകൾ ഉദിക്കുകയും, വിജയകരമായ ചിന്തകൾ ഉദിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം ദൈവത്തിന്റെ വിധി ഉണ്ടാകുമെന്നാണല്ലോ പറയുന്നത്. ബൈബിളിൽ പറയുന്നതും ഗീതയിൽ പറയുന്നതും വിശുദ്ധ ഖുർആനിൽ പറയുന്നതും ദൈവം നമ്മുടെ പ്രാർത്ഥനയോടൊപ്പമാണ്, നമ്മുടെ തേട്ടത്തോടൊപ്പമാണ്. നമ്മൾ തേടുന്നതെന്തോ അത് നമ്മളിലേക്ക് വരുന്നു എന്ന് എല്ലാം പറയുമ്പോൾ തേടേണ്ട രീതിയിൽ പോസിറ്റീവായ മൈൻഡ് സെറ്റോടുകൂടെ തേടുമ്പോഴാണ്, ആഗ്രഹിക്കുമ്പോഴാണ് നമ്മളിലേക്ക് എത്തുന്നത്. പക്ഷേ ജീവിത ചുറ്റുപാടുകളിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ
നമ്മളെ മനസ്സും നെഗറ്റീവിലേക്ക് പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മുക്തിയായി ഒരു പോസിറ്റീവായ മൈൻഡ് സെറ്റോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ കൂടുതൽ ആളുകളും നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട സൈക്കോളജിയോ മനസ്സിന്റെ നിയമങ്ങളോ പോസിറ്റീവ് തോട്ട്സിന്റെ പവറോ നെഗറ്റീവ് തോട്ട്സിന്റെ അനന്തര ഫലങ്ങളോ ദൂഷ്യവശങ്ങളോ പഠിച്ച് മനസ്സിലാക്കി വന്ന ആളുകളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ചിന്ത എന്നൊക്കെ പറയുന്നത് ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? ചിന്ത എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ട് പോസിറ്റീവായിരിക്കണം, പോസിറ്റീവ് നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നിങ്ങൾ പോസിറ്റീവായി നിന്നാൽ നിങ്ങളെ ലൈഫ് വിജയിക്കും എന്നൊക്കെ ഇങ്ങനെ മോട്ടിവേഷൻ തലക്ക് പിടിച്ചിട്ട് നമ്മളങ്ങ് പോയിട്ട് കാര്യമില്ല. പലപ്പോഴും മോട്ടിവേഷൻ ഒരു ടെമ്പററി റിസൾട്ടാണ് നൽകുന്നത്. ടെമ്പററി റിസൾട്ട് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഇടിച്ച് കയറ്റിട്ട് ഭയങ്കര സംഭവം ബഹുലമാക്കിയിട്ട് നിങ്ങൾ ആവേശം കൊള്ളിക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ ഇന്ന് വൈകിട്ട് വരെയോ അല്ലെങ്കിൽ നാളെ നേരം വെളുക്കുന്നത് വരെയൊക്കെ ആ ഒരു എനർജി ഉണ്ടായേക്കാം. പിന്നെ നിങ്ങൾ പഴയ പോലെ തന്നെ ആയിപ്പോയേക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ പോസിറ്റീവോ നെഗറ്റീവോ ആവട്ടെ, അതൊരു ശീലമായി മാറിയിരിക്കുകയാണ്. എന്താണ്? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു ശീലമാണ്. എത്ര മണിക്കാണ്, എങ്ങനെയാണ് എഴുന്നേൽക്കുന്നത്, എഴുന്നേറ്റതിന് ശേഷം നമ്മൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലേഡീസ് ആണെങ്കിൽ നിങ്ങൾ കിച്ചണിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റു ആക്ടിവിറ്റി കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മക്കളെ പരിപാലിക്കുന്നത്, നിങ്ങൾ ഭർത്താവിനോടുള്ള ഇടപഴകുന്നത്, ഭാര്യയോടുള്ള പെരുമാറ്റം, മക്കളോടുള്ള പെരുമാറ്റം, നിങ്ങൾ എന്താണ് രാവിലെ തന്നെ ചെയ്യുന്ന എന്തെല്ലാം ദൈനംദിന കൃത്യങ്ങളുണ്ടോ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ശീലമായി മാറിയിട്ടുണ്ടാകും. എന്താണ്? ഒരു ശീലമായി മാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളുടെ ചിന്തയും എന്താണ്? ഒരു ഹാബിറ്റാണ്. അപ്പൊ ഇതിനിടക്ക് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടുന്ന സമയത്ത് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലേ? അപ്പൊ അതിന്റെ ഒരു എനർജി കൊണ്ട് എന്ത് ചെയ്യും? കുറച്ച് സമയം നിങ്ങൾ ഇപ്പം മാറും, ഇപ്പൊ ശരിയാകും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാലും പെർമനന്റ് ആയ ഒരു റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മളുടെ ശീലത്തെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ ടൂളുകൾ, ടെക്നിക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഒന്നുകൂടെ പറയാം. നന്നാവണം, ഉഷാറാവണം, ശരിയാവണം, രക്ഷപ്പെടണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും, നമ്മൾ ആഗ്രഹിക്കുമ്പോഴും, അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുമ്പോഴും മാറാൻ ആവശ്യമായ പ്രാക്ടിക്കൽ ടൂളുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാത്ത പക്ഷം നമ്മളുടെ റിസൾട്ട് ഉണ്ടാകൂല. നമ്മുടെ വയസ്സ് 20 ആണെങ്കിൽ, നിങ്ങളുടെ വയസ്സ് 20 ആണെങ്കിലും 30 ആണെങ്കിലും 40 ആണെങ്കിലും ഈ ചിന്ത അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും. എനിക്കൊന്ന് മാറണം, നന്നാവേണ്ടിയിരുന്നു, എൻ്റെ മൈൻഡൊക്കെ ഒന്ന് റെഡിയാക്കേണ്ടിയിരുന്നു, സമാധാനമാവേണ്ടിയിരുന്നു, ഫാമിലിയൊക്കെ ഒന്ന് ഉഷാറാക്കേണ്ടിയിരുന്നു, മക്കളോടൊക്കെ നല്ലപോലെ പെരുമാറേണ്ടിയിരുന്നു, എനിക്ക് കുറച്ച് കാശ് സമ്പാദിക്കേണ്ടിയിരുന്നു, എൻ്റെ ഗോളുകളൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യേണ്ടിയിരുന്നു. ആ ചിന്ത അങ്ങനെ പോകും. ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഒരു ആവേശം ഉണ്ടാകും, അത് കഴിയുന്നു. പിന്നെ അടുത്ത ഒരാൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾ എനർജറ്റിക് ആകുന്നു, പിന്നെ അത് എനർജി താഴേക്ക് വന്നു. പിന്നെ അടുത്ത ഒരു നല്ല സുഹൃത്തിനെ കാണുമ്പോൾ അയാൾ മോട്ടിവേറ്റ് ചെയ്യും, അപ്പോഴും നിങ്ങൾ കുറച്ച് ആവേശം കയറുന്നു, പിന്നെ താഴേക്ക് വരുന്നു. അപ്പൊ ഇതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൂൾ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതേപോലുള്ള ക്ലാസ്സുകളിലെ, അല്ലെങ്കിൽ ഈ ക്ലാസ്സിന്റെ പ്രത്യേകത. പലരും ചോദിക്കുന്നതാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഇതേപോലുള്ള ക്ലാസ്സുകളിലേക്ക്, ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ക്ലാസ്സുകളിലേക്ക്, മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ ക്ലാസ്സുകളിലേക്കൊക്കെ ആളുകളെ ക്ഷണിക്കുന്ന സമയത്ത് ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ട്, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമാധാനവും സന്തോഷവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ ക്ലാസ് ഒക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. നിങ്ങൾ എന്താണ് അഭിപ്രായം പറയുന്നത്? നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം, നമ്മൾ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം പറയൂ. ക്ലാസ് ഒക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ ജീവിതം പഠിക്കാൻ? ഉണ്ട്. എന്തുകൊണ്ടാണ്
അതെന്തിനാണ് ഈ ക്ലാസ് പഠിക്കേണ്ട ആവശ്യം? അതൊക്കെ നമ്മളങ്ങ് പിന്നെ എന്താ പറയാ, നമ്മൾ ഓരോരുത്തരുടേത് കണ്ട് അങ്ങ് ചെയ്താൽ പോരെ? നമ്മുടെ പാരന്റ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ആളുകളെ കണ്ട് ചെയ്താൽ പോരെ? പോരല്ലോ. ഇപ്പോഴത്തെ നമ്മൾ വളർന്ന പോലെയല്ലല്ലോ ഇപ്പോഴുള്ള സാഹചര്യം ഒക്കെ. അതെ, നമ്മൾ വളർന്നു വന്നിരുന്ന ഒരു സാഹചര്യമോ അവസ്ഥയോ അല്ലെങ്കിൽ എന്താണ് സാങ്കേതികമായ സംവിധാനങ്ങളോ ഒന്നുമല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെ? പണ്ട് കാലത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഞാൻ എന്താണ് നമ്മൾ 90s എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടുതലും ആ ഒരു 90s അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുന്നത്തെ കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും. നമ്മുടെ പാരന്റ്സ് ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ അവരുടെ ചെറുപ്പത്തിൽ എന്താണ് വലിയ ദാരിദ്ര്യമായിരുന്നു ആ കാലത്ത്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരുന്നു. ഏതെങ്കിലും ഒരു നേരത്തെ തന്നെ ഒരു ഇത്തിരി കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് വിശപ്പടക്കിയിരുന്ന എത്രത്തോളം ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റം എത്തിയിരുന്നോ അങ്ങനെയുള്ള ഒരു കാലത്തിലൂടെ ജീവിച്ചവരായി. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല, എന്നാലും ഒട്ടുമിക്ക ആളുകളും പലപ്പോഴും പറയുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ ജോലി ചെയ്യാൻ വേണ്ടി നമ്മുടെ പാരന്റ്സ് ഒക്കെ എത്രയോ മൈലുകൾ യാത്ര ചെയ്തുകൊണ്ട് മരത്തിന്റെ കൂപ്പിലും മറ്റുമൊക്കെ ജോലി ചെയ്യുകയും തലയിൽ ഭാരമേറ്റിക്കൊണ്ട് കുറെ ദൂരം നടക്കുകയും 10-30 കിലോമീറ്റർ 40 കിലോമീറ്റർ ഒക്കെ നടന്നുകൊണ്ടായിരുന്നു അവര് ജോലിക്ക് പോയിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ. ഇനി വീട്ടിലായാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെക്കാളും കൂടുതൽ മക്കളായിരുന്നു. എൻ്റെ വലിയുമ്മക്ക് 11 മക്കളാണ്, ഉമ്മാക്ക് 10 മക്കള്, ഉപ്പാന്റെ കുടുംബത്തിൽ 11 മക്കള്. അങ്ങനെ അങ്ങനെ കുറെ മക്കൾ. ഞങ്ങളായാലും ഞാൻ വീട്ടിൽ ഞങ്ങൾ 6 പേരാണുള്ളത്. അപ്പൊ അന്നത്തെ കാലം എന്ന് വെച്ചാൽ, ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലം, ഞാൻ 85 എന്റെ ഇത്താത്തയുണ്ട്, അവളെ എന്നെക്കാൾ മുന്നേ അല്ല. ആ ഒരു സമയത്തൊക്കെ എന്ന് വെച്ചാൽ സാങ്കേതികമായ സംവിധാനങ്ങൾ, ടെക്നോളജി, അല്ലെങ്കിൽ നമ്മള് മെഷീനറീസ്, ഇപ്പൊ വീട്ടു ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എത്രത്തോളം സജീവമായിരുന്നു അന്ന്? ആണോ ഇപ്പോൾ അത്ര? ആണോ? അല്ലായിരുന്നു എന്ന് തന്നെ പറയാം, അല്ലേ? അപ്പൊ അങ്ങനെ കഷ്ടപ്പാടും പ്രയാസത്തിലൊക്കെ അവർ ജീവിച്ചിരുന്നു. വളരെ ദാരിദ്ര്യവും പ്രയാസമൊക്കെ ആയിരുന്നുവെങ്കിലും സമാധാനം അന്നുണ്ടായിരുന്നു. അന്ന് സമാധാനം ഉണ്ടായിരുന്നു. ഇന്ന് ടെക്നോളജി വികസിച്ചു, സാങ്കേതികത വികസിച്ചു, എല്ലാ സംവിധാനങ്ങളുമായി, വീട്ടിൽ ജോലിക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളുമായി, ജോലിയും കാര്യങ്ങളും എല്ലാം എളുപ്പമായി. പ്രവാസികളായിരുന്ന അന്ന് എൻ്റെ ഉപ്പ കത്താണ് അയക്കാറുള്ളത്. ഓക്കെ, ആ ഒരു സമയത്ത് എൻ്റെ ഉപ്പ 1990 അതായത് 85 കാലത്തും ഒക്കെ ഗൾഫിലാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെ കത്തയക്കുന്ന ഒരു കാലം. കത്തും പിന്നെ ഫോണ് സജീവമാവുന്നേ ഉള്ളൂ. ഒരു 4-5 വീട് അപ്പുറം ഏതോ ഒരു വീട്ടിലോ അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ പറയുന്നത്, അന്ന് വലിയ കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ ആയിരുന്നുവെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. ഭക്ഷണത്തിന് ക്ഷാമമായിരുന്നു, സമാധാനം ഉണ്ടായിരുന്ന ഒരു കാലം. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്നോ ടെക്നോളജി വികസിച്ചു, എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്, പക്ഷേ എന്തില്ല? പറയൂ, അതിനുത്തരം നിങ്ങളാ പറയേണ്ടത്. ചെറിയ കുട്ടികൾ പോലും സമാധാനമില്ല. ചെറിയ കുട്ടികൾ പോലും പറയാ, ടെൻഷൻ ആവുന്നുണ്ട് ഉമ്മ എനിക്ക് ടെൻഷൻ, എനിക്ക് വെറി ആവുന്നു, എനിക്ക് ടെൻഷൻ ആവുന്നു, എനിക്ക് ബോറടിക്കുന്നു. ഞാനും നിങ്ങളും ഒക്കെ ഒരു 5, 6, 7, എനിക്കറിയില്ല, ഒരു 10 വയസ്സ് വരെയൊക്കെ ഞാൻ അങ്ങനെ ഒരു പരാതി പറഞ്ഞോ എന്ന് പോലും അറിയില്ല. അത്രത്തോളം നമുക്ക് ആക്ടിവിറ്റിയും കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നമുക്കൊരു ടെൻഷനോ ഒന്നും അറിഞ്ഞിട്ടില്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച്, ഞാൻ വെറുതെ പറയുന്നതല്ല, ഇന്ന് ആളുകളിൽ എന്ത് ചെയ്യാണ്? അതിവേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്? ഡിപ്രഷൻ, ടെൻഷൻ, സ്ട്രെസ്, സമ്മർദ്ദം, സംഘർഷം. അതിൽ തന്നെ പഠനങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്, സ്ട്രെസ് ഉണ്ടാക്കുന്ന ഘടകം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. 80% ആളുകളുടെയും തലവേദന ഏത് കെയർ ഓഫിലാണ്? റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ കെട്ടിയോനുമായിട്ട്, അല്ലെങ്കിൽ കെട്ടിയോളുമായിട്ട്, അല്ലെങ്കിൽ അമ്മായിമ്മയായിട്ട്, അല്ലെങ്കിൽ നാത്തൂനുമായിട്ട്, മരുമോളുമായിട്ട്, അല്ലെങ്കിൽ അയൽവാസികളുമായിട്ട്, അല്ലെങ്കിൽ സബോർഡിനേറ്റ്, അല്ലെങ്കിൽ ഓഫീസിലെ സ്റ്റാഫുമായിട്ട്. ഇങ്ങനെ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും മനസ്സിന് പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആളുകൾ പോയി. പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ആളുകൾക്ക് എമോഷണൽ ബാലൻസിങ്ങിനുള്ള, അല്ലെങ്കിൽ എമോഷണൽ റെഗുലേഷനുള്ള കഴിവില്ലാതെ പോയി. വാട്ട് ഈസ് ഇമോഷണൽ റെഗുലേഷൻ?
നമ്മൾ ഓരോരോ കാര്യങ്ങളും വികാരങ്ങൾ നമുക്ക് പലതരത്തിലുള്ള ഇമോഷൻസും ഉണ്ടാകും. ദേഷ്യം ഉണ്ടാകും, വാശി വരും, സങ്കടം വരും, അസൂയ വരും, അങ്ങനെ പല ഇമോഷൻസും വന്നു പോകാം. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് എന്ത് ചെയ്യാം? വന്നു പോകാം. അതിൽ പ്രശ്നമില്ല, അത് പ്രകൃതിയാണ്. പക്ഷെ ഇത് വന്നു പോകുകയല്ല, ഇത് അവിടെ അങ്ങ് പെറ്റ് കിടക്കുക ചെയ്യുന്നത്. ടെൻഷനാണ്, പിന്നെ ടെൻഷൻ തന്നെ. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഇമോഷൻസ് വന്നു പോവുകയല്ല, അതങ്ങ് നമ്മളെ കയറി ഭരിക്കുകയാണ്. ചിലർക്ക് എന്തായിരിക്കും? ദേഷ്യമായിരിക്കും. ചിലർക്ക് മനസ്സിൽ ആരോടോ ഉള്ള സങ്കടമായിരിക്കും. ചിലർ ആരോ ചെയ്ത ചില കാര്യങ്ങൾ, അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തന്നെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ചില ബന്ധങ്ങളെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അതിൽ തന്നെ അങ്ങ് കിടക്കുകയാണ്. ആ സമയത്ത് അരികിലൂടെ ഒഴുകുന്ന മനോഹരമായ ഒരു നദി നമ്മൾ കാണുന്നില്ല. ആ സമയത്ത് നമ്മളുടെ അരികിലൂടെ പറന്നു പോകുന്ന ഒരു പൂമ്പാറ്റയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ സമയത്ത് നമ്മുടെ മൂക്കിലൂടെ അടിച്ചു വീശുന്ന ഒരു ഗന്ധം, മനോഹരമായ ഒരു ഗന്ധം, ഒരു പൂവിന്റെ ഗന്ധം നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് മനോഹരമായ ഒരു കാറ്റിന്റെ അല്ലെങ്കിൽ ഒരു മന്ദമാരുതനെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ഈ ടെൻഷനും തലവേദനയും കൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലിൽ കയറി നമ്മൾ രുചികരമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ കയറിയിട്ടുണ്ടാകും. പക്ഷെ ആ കഴിച്ച ഭക്ഷണത്തിന്റെ പൂർണ്ണമായ രുചി പോലും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല, അഥവാ നമ്മൾ മൈൻഡ്ഫുൾ ആകുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ മനോഹരമായ ഒഴുകുന്ന നദിയായും, അല്ലെങ്കിൽ നല്ല ഒരു മന്ദമാരുതനായും, നല്ല ഒരു ഗന്ധമായും, ഒരു പൂമ്പാറ്റയായും നിങ്ങളുടെ അരികിലൂടെ ഓടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നുമക്കൾ, ആ മക്കളെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഒരു പക്ഷേ സാധിക്കാതെ പോകുന്നുണ്ടാകും. അവരുടെ കളിയും ചിരിയും കുസൃതിയും നമ്മൾ ആസ്വദിക്കുന്നതിന് പകരം അതെല്ലാം എന്തോ ഒരു പ്രശ്നമായിട്ടാണ് പലർക്കും തോന്നുന്നത്. കുട്ടികൾ ഓടിച്ചാടി കളിക്കുകയും കുസൃതി കളിക്കുകയും ചെയ്യുമ്പോൾ എന്തോ ഒരു വലിയ അക്രമം കാണുന്ന ഫീലോട് കൂടിയാണ് ചില പാരന്റ്സ് ആ മക്കളോട് ഇടപഴകി പോകുന്നത്. അവരുടെ കൊച്ചു കൊച്ചു കുസൃതികൾ പോലും ആസ്വദിക്കാൻ സാധിക്കുന്നില്ല, മക്കളുടെ മുഖം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. എന്താണ്? നമ്മൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളിൽ അങ്ങ് വീണു പോവുകയാണ്, അഥവാ എമോഷണൽ ബാലൻസിങ്ങിനുള്ള സ്കിൽ ഇല്ലാതെ പോകുന്നു. കാരണം നേരത്തെ ആരാണ് പറഞ്ഞതെന്ന് അറിയില്ല, കാലം ഒരുപാട് മാറിയിരിക്കുകയാണ്, ടെക്നോളജി മാറിയിരിക്കുകയാണ്. നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടെക്നോളജിയാണ്. അഥവാ എന്നെയും നിങ്ങളെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു വില്ലനാണ് ആര്? 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 മൊബൈൽ അല്ലേ? സോഷ്യൽ മീഡിയ. നമ്മൾ പറയും, കുട്ടികളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, സാറേ എന്റെ മോൻ ഫുള്ള് മൊബൈലിലാണ് കേട്ടോ, എന്താ ചെയ്യാന്നറിയില്ല. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മൾ പറയും, എത്ര സമയം നമ്മൾ റീൽസിൽ ഇരിക്കാറുണ്ട്? എത്ര സമയം നമ്മൾ ഇരിക്കാറുണ്ട് അല്ലേ? നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും റീൽസും ഷോർട്സും ന്യൂസും മറ്റു കാര്യങ്ങളും എന്തൊക്കെ ആവട്ടെ, എന്തെല്ലാം വിവാദങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം അപകടകരമായ കാര്യങ്ങൾ, ഇതെല്ലാം എന്റെയും നിങ്ങളുടെയും ബ്രെയിനിനെ, എന്റെയും നിങ്ങളുടെയും ന്യൂറോൺസിനെ, എന്റെയും നിങ്ങളുടെയും സെല്ലുകളെ, എന്റെയും നിങ്ങളുടെയും ചിന്തയെ, എന്റെയും നിങ്ങളുടെയും ഇമോഷൻസിനെ ഭരിക്കുന്നുണ്ടോ, ബാധിക്കുന്നുണ്ടോ? നമ്മൾ അറിഞ്ഞല്ല, മനഃപൂർവ്വമല്ല, നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറയൂ, യെസ് ഓർ നോ? ആരും മിണ്ടുന്നില്ല. യെസ്, സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പഴയ കാലമല്ല, ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത് തന്നെയാണ്, സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെ നേരത്തെ ആളുകൾക്ക് ക്ഷമിക്കാനുള്ള അത്ര പോലും കഴിവ് ഇന്നില്ല. നമ്മൾക്ക് മാത്രമല്ല, കുട്ടികളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാക്കുന്ന ടെൻഷൻ, സ്ട്രെസ് എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തലവേദന കൂടാനുള്ള കാരണം എന്താണ്? നമുക്ക് നമ്മുടെ മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള കഴിവ് ഇല്ലാതെ പോയിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പൊ അതിനായിട്ട് ഒന്നാമതായി ഇത്തരം കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, എങ്ങനെയാണ് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളൊരു ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു പുരുഷൻ എന്നാൽ എന്താണ്, അല്ലെങ്കിൽ പുരുഷന്റെ പെരുമാറ്റം എന്താണ്, ഒരു സ്ത്രീ എന്താണ്, അവളുടെ പെരുമാറ്റം എന്താണ്, അവളുടെ പരിമിതികൾ എന്തെല്ലാമാണ്,
അതേപോലെ തന്നെ ഒരു പുരുഷന്റെ പരിമിതികൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമ്മൾ ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയൂ. ഉണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ 10ാം ക്ലാസ് വരെ സ്കൂളിൽ പോയി, +2 പഠിച്ചു, ഡിഗ്രി പഠിച്ചു, PG കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി സൈക്കോളജി പഠിച്ച ആളുകൾ പോലും, കാരണം ഇത് പ്രാക്ടിക്കൽ ടൂളുകൾ വേറെയാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് പഠിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നല്ല ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അതുണ്ടായാൽ എങ്ങനെയാണ് പരിഹരിക്കുക, അതേപോലെ തന്നെ കുട്ടികളെ വളർത്തുന്ന സമയത്ത് കുട്ടികളുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ മനഃശാസ്ത്രം എങ്ങനെയാണ്, അവരോട് ഏത് രീതിയിൽ പെരുമാറിയാലാണ് അവർക്ക് വിജയിക്കാൻ സാധിക്കുക, ഏത് രീതിയിൽ പെരുമാറുമ്പോഴാണ് അവർ പരാജയപ്പെട്ടു പോവുക എന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയാമോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ചുകൊണ്ടാണോ അങ്ങോട്ട് വന്നത്? അല്ല, പഠിച്ചുകൊണ്ടല്ല വന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലേ? അല്ലേ? ഭാഗ്യം, ദൈവാനുഗ്രഹം കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുറെ ആളുകൾ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഒരാൾ ശരിയായ രീതിയിൽ ഡ്രൈവിംഗ് പഠിക്കാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അയാൾ വണ്ടി അടിപൊളിയായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതിനോട് ചേർത്ത് പറയാൻ നിങ്ങൾക്കുണ്ട്. എന്ത് സംഭവിക്കും? പെട്ടെന്നൊരു വണ്ടി മുന്നിലേക്ക് ഇങ്ങോട്ട് വന്നാൽ, അതായത് ഏകദേശം ഒന്ന് പഠിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇയാൾ പഠിച്ചെന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇയാൾ പഠിച്ചിട്ടില്ല. ഓക്കെ, പെട്ടെന്ന് ഒരു വണ്ടി മുന്നിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇയാൾ അതിനെക്കുറിച്ച് അറിയില്ല. ഓക്കെ, പോകുന്ന സമയത്ത് പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നു, വലിയൊരു കട്ടർ കണ്ട്, ആ സമയത്ത് എന്ത് ചെയ്യണം ഇയാൾക്ക് അറിയില്ല. ഓക്കെ, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ബാക്കിൽ നിന്ന് ഒരു ആംബുലൻസ് വരുന്നു, മുന്നിൽ നിന്ന് വേറെ ഒരു വണ്ടി പെട്ടെന്ന് കയറി വരുന്നു, ക്രോസ് ആയി വരുന്നു. ഓക്കെ, എന്ത് ചെയ്യണം? ഇത് വണ്ടി ഇങ്ങനെ ആക്സിലേറ്റർ ചവിട്ടി എങ്ങനെ പോയാൽ മതി, അത് പ്രശ്നമൊന്നും ഉണ്ടാവൂലേ, നേരെയുള്ള റോഡല്ലേ, അതിപ്പോ എന്തിനാ നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നത് എന്ന പോലെയാണ് ഈ വിഷയവും. എന്റെ ജീവിതത്തിൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, അതിനിപ്പോ ക്ലാസ്സിലൊന്നും പോകേണ്ടതില്ല എന്ന് പറഞ്ഞ അതേ ആളുകൾ തന്നെ 1-2 വർഷം കഴിഞ്ഞ് കൗൺസിലിംഗിലേക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 5 വർഷം മുമ്പ് എൻ്റെ അടുത്ത് ഒരു കേസ് വന്നു. കൗൺസിലിംഗ് ആയിരുന്നു. അന്ന് കുട്ടി ഭയങ്കര ദേഷ്യക്കാരിയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ്. എന്നെ കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോ ആ പെൺകുട്ടിയും അമ്മയുമായിട്ട് ഭയങ്കര പ്രശ്നമാണ് വീട്ടില്. ഭയങ്കര, പറഞ്ഞാൽ അനുസരിക്കില്ല, പഠിക്കില്ല, അങ്ങനെ എന്തൊക്കെയോ, കുട്ടി എന്തൊക്കെയോ പറയും, ഈ അമ്മ എന്തൊക്കെയോ ചീത്ത പറയുകയൊക്കെ ചെയ്യും, തിരിച്ച് ഇങ്ങോട്ട് പറയും, അങ്ങോട്ടും പറയും. 7ാം ക്ലാസ്സിലാണ്, ഇതുവരെ നല്ല കുട്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ പരാതിയാണ്. അങ്ങനെ ഞാൻ അസസ് ചെയ്തു, 2 പേരോടും ഞാൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ ആ കുട്ടി ഫിസിക്കൽ ടച്ച് പ്രയോറിറ്റി ഉള്ള, അതായത് സ്നേഹത്തിന്റെ 5 ഭാഷയിൽ ഒന്നാണ്. ഓക്കെ, നമ്മൾ ലെറ്റ് എന്ന ക്ലാസ് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പൊ അതിൽ എന്ത് ചെയ്യുന്നു, വിശദമായി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ആ 5 സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു ഫിസിക്കൽ ടച്ച് എന്ന ഏരിയ ആയിരുന്നു കുട്ടിയിലുള്ളത്. അതേപോലെ തന്നെ കിനസ്തെറ്റിക് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ 3 തരത്തിൽ പെരുമാറുന്ന ആളുകളുണ്ട്. 3 തരത്തിലുള്ള പെരുമാറ്റം, 3 തരത്തിൽ സ്നേഹം ആവശ്യമുള്ള ആളുകൾ. അതായത് ആ 3 തരത്തിൽ പഠിക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതിൽ 1 പ്രയോറിറ്റി ഉണ്ട്. ഈ 3-ൽ 1 പ്രയോറിറ്റി ഉണ്ട്. ആ 3ാമത്തെ ഒരു കാറ്റഗറി ആയിരുന്നു ഈ കുട്ടി. അതിനനുസരിച്ച് ഞാൻ ഇവരോട് പറഞ്ഞു, ഈ പാരന്റിനോട് പറഞ്ഞു, നിങ്ങളെ കുട്ടി ഇന്ന കാറ്റഗറിയിലാണ്, ഇവള് ഇന്ന കാര്യങ്ങൾ ഇഷ്ടമുള്ള ആളാണ്. അതായത് അവള് സ്നേഹത്തോടുകൂടെ നിങ്ങൾ സ്പർശിക്കുന്നതും അവളെ തലോടുന്നതും ചുംബിക്കുന്നതും അവൾക്ക് ഇഷ്ടമാണ്. എല്ലാ ദിവസവും നിങ്ങൾ അവളെ രാവിലെയും വൈകിട്ടും ചേർത്ത് പിടിക്കണം. ഇത് പറഞ്ഞ ഉടനെ തന്നെ ആ പാരന്റ് എന്നോട് പറയാണ്, അവക്ക് അതൊന്നും ഇഷ്ടല്ലേ, അങ്ങനത്തെ കാര്യമൊന്നും അവക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ആ മോളോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അമ്മ ചെയ്യുന്ന ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ആ മോൾ എന്താ മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? എനിക്ക് ഇഷ്ടമല്ല എന്നാണോ പറഞ്ഞത്? അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, ഉമ്മ എന്നെ തൊടൂല, ഉമ്മ എന്നെ തലോടൂല, ഉമ്മ എന്നെ ചുംബിക്കാറില്ല. അനിയത്തിക്കുട്ടിയുണ്ട്, അവളെ ചുംബിക്കും, അവളെ ചേർത്ത് പിടിക്കും. അവള് ചെറിയ മോളാണ് എന്ന് പറഞ്ഞ് അവളെ മാത്രമാണ് ഉമ്മ ചേർത്ത് പിടിക്കുക. ആ മോള്, നിങ്ങൾക്ക് വളരെ കൗതുകം തോന്നും ചിലപ്പോ ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന്. അതായത് കുട്ടി പറഞ്ഞ് ഈ തലയിലൊക്കെ പേൻ നോക്കി കൊടുക്കുകയോ ചെയ്യും, അവൾക്ക് എനിക്ക് അതൊന്നും ചെയ്തു തരില്ല. കേട്ടാ നിങ്ങൾക്ക് തോന്നും കുട്ടിയുടെ തല നിറച്ചും പേനാണ്. പേനൊന്നും ഇല്ല, പക്ഷെ എന്താ, ടച്ചാണ്. കുട്ടിക്ക് ആ സ്പർശനത്തിലൂടെയുള്ള സ്നേഹമാണ്. അന്ന് ഞാൻ ഈ പാരന്റിനോട് പറഞ്ഞപ്പോൾ അവര് അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഞാൻ ഈ ലാംഗ്വേജ് ആയിക്കോട്ടെ, നോക്കാം, പ്രകൃതിയാണ്, ശീലമാണ്. നമ്മളൊരു കൗൺസിലിംഗിൽ കൊണ്ടുവന്നിട്ട് ആളുകൾ ടപ്പെന്ന് പറഞ്ഞ് മാറുകയല്ല. മാറാൻ തയ്യാറുള്ളവർ മാത്രമാണ് കൗൺസിലിംഗിലൂടെ മാറുന്നത്.
മാറാൻ തയ്യാറുള്ളവർ മാത്രമാണ് ക്ലാസ്സുകളിലൂടെ മാറുന്നത്. അതല്ലാതെ കേട്ടുപോകാം, ഞാൻ അങ്ങ് മാറും, നോ, ഒരിക്കലുമില്ല. ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം തമ്പുരാൻ ഒരു ജനതയും ഒരു മാറ്റവും വരുത്തില്ല. ഏതുവരെ? അവർ സ്വമേധയാ മാറ്റത്തിന് തയ്യാറാവാത്തിടത്തോളം ഒരു മാറ്റവും വരുത്തില്ല എന്ന് ശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ കക്ഷി ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു ഇന്ന ടൂള് നിങ്ങൾ അപ്ലൈ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയിൽ മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്ന അപകടമുണ്ടാകും. എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ കുട്ടി ഭാവിയിൽ മറ്റൊരു ബന്ധത്തിലേക്കോ ഒരു സൗഹൃദത്തിലേക്കോ പോവുകയും അത് പ്രശ്നമാവാനും കാരണമാകും എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഏകദേശം 2 മാസം മുമ്പ് എൻ്റെ മുന്നിൽ ഇതേ കേസ് ആ കുട്ടിയുമായിട്ട് വന്നു. എന്തായിരിക്കും കേസ്? നിങ്ങളൊന്ന് ഗസ് ചെയ്യും, നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യും. എന്തായിരിക്കും? നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറയും. എന്തായിരിക്കും ആ പാരന്റ് എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം? എന്താണ് ഇപ്പോൾ വന്നത്? അതായത് ഈ 2 മാസം മുമ്പ്. നേരത്തെയുള്ള കേസ് 5 വർഷം മുമ്പ് വന്നതാണ്, കോവിഡിന് മുമ്പാണ് കൗൺസിലിങ്ങിന് വന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ത് കേസ് പറയാൻ വേണ്ടിയായിരിക്കും? ആ കുട്ടിയുടെ തന്നെ ലവ് അഫെയർ ആയിരിക്കും. അഫെയർ ആയിരിക്കും എന്നല്ല, ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ബന്ധം ആ കുട്ടിക്കുണ്ട്. അത് ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ പറയും. അത് ഞാൻ ഏറ്റെടുത്തോ? ഇല്ല, ഞാൻ ഏറ്റെടുക്കില്ല. ഞാൻ പറഞ്ഞു 5 വർഷം മുമ്പ് ഞാൻ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തതാണ്, നാളെ ഇന്നതാണ് സംഭവിക്കാൻ പോവുക. കാരണം അത് ഏറ്റെടുക്കുക. കാരണം ആ കുട്ടിക്ക് സ്നേഹം കിട്ടുന്നുണ്ടോ വീട്ടിൽ നിന്ന്? നിങ്ങൾ പറയൂ. ഇല്ല, കിട്ടുന്നില്ല. ഇനി ഞാൻ അത് ബ്രേക്ക് ചെയ്യുക കൂടെയാണ് ചെയ്യേണ്ടത്. പ്രണയം പൊട്ടിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു കച്ചറ ഏർപ്പാടാണ്. ഓക്കെ, ശരിയല്ലാത്ത ബന്ധങ്ങൾ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്, ശരിയെന്ന്. പക്ഷെ ഇതെന്താണ്? അവര് എന്താണ് ഒരേ വിഭാഗത്തിലും കാര്യമായിട്ടുള്ള ബന്ധവും ഒക്കെയാണ്. പക്ഷെ ഞാൻ ഇനി അത് ബ്രേക്ക് ചെയ്യലല്ല വേണ്ടത്. ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ ആര് മാറണം? ഞാനത് പൊട്ടിക്കാം അല്ലെ ബ്രേക്ക് ചെയ്യാം. ആരാ മാറേണ്ടത്? ആദ്യം ആരും മാറണം. ആ പാരന്റ് മാറാതെ ആ കുട്ടി ഇനി എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യുക. ആ കുട്ടിക്ക് ഒരു സ്നേഹം കിട്ടുന്നില്ല എങ്കിൽ, ഇതേപോലെ ഒരു ബന്ധം കൂടെ ഇല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? സ്നേഹമില്ലാത്ത ജീവിതം മരണതുല്യമാണ്. Where there is love, there is life. എവിടെയാണ് ജീവിതമുള്ളത് അവിടെയാണ് എവിടെയാണ് സ്നേഹമുള്ളത് അവിടെയാണ് ജീവിതമുള്ളത്. Where there is love, there is life. ഗാന്ധിജി പറഞ്ഞു അല്ലെ? സ്നേഹമില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്, മരിക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ മരണതുല്യമാണ്. അങ്ങനെയുള്ള ഒരു ജീവിതമായി അത് നമ്മുടെ മക്കൾക്കായാലും അതേപോലെ തന്നെ ദാമ്പത്യത്തിലായാലും ഒക്കെ തന്നെ. അപ്പൊ അതിപ്പോ സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. സ്നേഹത്തിന് 5 രീതികളുണ്ട്. 5 രീതിയിൽ സ്നേഹ കൈമാറ്റ രീതിയുണ്ട്. ഈ 5 രീതി എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനിലും ഈ 5 രീതി ഉണ്ടാകും. ഈ 5 രീതിയിൽ 1 പ്രയോറിറ്റി ഉണ്ടാകും. 5 രീതിയിൽ 1 പ്രയോറിറ്റി ഉണ്ടാകും. അപ്പൊ എനിക്ക് പ്രയോറിറ്റി ഉള്ള രീതിയിലാണ് എൻ്റെ പ്രകൃതി, എൻ്റെ സൈക്കോളജി. എനിക്ക് പ്രകൃതിയുള്ള രീതിയിലെ ഞാൻ സ്നേഹം കൊടുക്കുക കൂടുതലും. എനിക്ക് പ്രയോറിറ്റി ഉള്ള ഡൊമിനേറ്റ് ആയി നിൽക്കുന്ന രീതി ആയിരിക്കില്ല എൻ്റെ ഭാര്യക്ക്. അപ്പോൾ അവൾക്ക് അത് സ്നേഹമായി തോന്നുവോ? ഇല്ല. എന്നെ മനസ്സിലാവുന്നുണ്ടോ? 5 രീതിയിൽ നമ്മളെല്ലാവരും സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു രീതി നമുക്ക് കൂടുതൽ വേണ്ടതായിരിക്കും. എന്നാൽ എനിക്ക് കൂടുതൽ വേണ്ട രീതി തന്നെ ആവണമെന്നില്ല എൻ്റെ ഭാര്യക്ക്. അപ്പൊ അവൾ എത്ര സ്നേഹം തന്നാലും അവൾ സ്നേഹിക്കുന്നില്ല എന്നാണ് എൻ്റെ മനസ്സിന് തോന്നുക. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാക്കുമ്പോൾ, ഇത്രയും കാലം അവൾ തന്നോണ്ടിരുന്നത് സ്നേഹമായിരുന്നു അല്ലേ? ഓക്കെ, ഇപ്പോൾ തരുന്നതും സ്നേഹമാണല്ലേ? ഓക്കെ, അവൾക്ക് കൊടുക്കേണ്ടത് ഞാൻ ഇതാണല്ലോ കൊടുക്കേണ്ടത്. പക്ഷെ ഇത്രയും കാലം ഞാൻ കൊടുത്തത്, അല്ലെ അവന് കൊടുക്കേണ്ടത് ഇതാണ് ഞാൻ ഇത്രയും കാലം കൊടുത്തത്. ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിലൂടെ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഓരോ രീതിയിലും ഓരോരുത്തരും പെരുമാറുന്ന രീതികളുണ്ട്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും മക്കളെ മനസ്സിലാക്കിയിട്ട് സ്നേഹം കൊടുക്കണം. എങ്ങനെ മനസ്സിലാക്കും? അവർ ചോറുന്ന് ചായ കുടിക്കുന്നത് നോക്കിയിട്ടാണ് മനസ്സിലാക്കൽ? അല്ല. ഒരു കുട്ടിയുടെ ശരീരപ്രകൃതി നോക്കിയിട്ട്, ആ കുട്ടിയുടെ സംസാര പ്രകൃതി നോക്കിയിട്ട്, വേഷവിധാനങ്ങൾ നോക്കിയിട്ട്, അവന്റെ പഠന രീതി നോക്കിയിട്ട്, താല്പര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ആ സൈക്കോളജി നിങ്ങൾക്ക് സിമ്പിളായി പഠിച്ചെടുക്കാം. ഒരു കുട്ടിയുടെ തൊലിയിലൂടെ പോലും ആ കുട്ടിയുടെ മനസ്സിലാക്കാൻ പറ്റും. ആ കുട്ടിയുടെ ശ്വാസോച്ഛ്വാസത്തിൽ അവനെ നോക്കിയിട്ട്, അവന്റെ പെരുമാറ്റത്തിലൂടെ
അവന്റെ ഇഷ്ടം എന്താണ്, അനിഷ്ടം എന്താണ്, അവന്റെ സംസാര രീതി എന്താണ്, അവന്റെ പഠന രീതി എന്താണ്, അവനോട് എങ്ങനെ ബിഹേവ് ചെയ്താൽ അവൻ അനുസരിക്കും, എങ്ങനെ പെരുമാറിയാൽ അനുസരിക്കും, എങ്ങനെ ഉപദേശിച്ചാൽ അനുസരിക്കും, എങ്ങനെ ഉപദേശിച്ചാൽ അനുസരിക്കില്ല, അവൻ അംഗീകരിക്കില്ല, പൊരുത്തപ്പെടില്ല. അതും നമ്മൾ പഠിക്കേണ്ടതുണ്ടായിരുന്നു. പാരമ്പര്യമായി കൊണ്ടുവരുന്ന എല്ലാ ടൂളുകളും 100% സയന്റിഫിക് അല്ല, ശാസ്ത്രീയമല്ല, മതപരവും അല്ല. നമ്മുടെ പാരന്റ്സ്, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് പലരും നമ്മളെ നന്നായി വളർത്തിയ ആളുകളാണ്. കാലം അന്ന് അങ്ങനെ ആയിരുന്നു, നമുക്ക് എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ പറ്റുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. നമ്മളെ കൊച്ചുകുട്ടികളൊക്കെ 2 വയസ്സ് 3 വയസ്സ് നമ്മൾ കയ്യിൽ മൊബൈൽ വെച്ച് കൊടുക്കുകയാണ് അല്ലേ. ലോകോത്തര നിലവാരത്തിലുള്ള പാരന്റിങ് റിലേഷൻഷിപ്പ് എല്ലാം നമ്മുടെ മക്കൾ കാണുകയാണ്. അവിടെയാണ് നമ്മൾ പണ്ടെന്നോ പഠിച്ചു വെച്ച പ്രാകൃതമായ രീതിയിലുള്ള ഒരു പാരന്റിങ് റിലേഷൻഷിപ്പ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കുട്ടികൾ ആക്സെപ്റ്റ് ചെയ്യോ? ഇല്ല. തന്തവൈവെന്ന് വിളിച്ചിട്ടില്ലെങ്കിലേ പറയാനുള്ളൂ. ഓക്കെ. അതേപോലെ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയില്ല. ഇത് ടെക്നിക്കുകളുണ്ട്, ടൂളുകളുണ്ട്. ഒരു സ്ട്രെസ് ഉണ്ടായാൽ, ടെൻഷൻ ഉണ്ടായാൽ, ഫിയർ ഉണ്ടായാൽ, നെഗറ്റീവ് ഇമോഷൻ ഉണ്ടായാൽ അതിങ്ങനെ കരഞ്ഞു തീർക്കലോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പേടിച്ചരണ്ട് തീർക്കലല്ല പരിഹാരം. അതിന് ടൂളുകളുണ്ട്, അത്തരം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടൂളുകൾ. നമ്മൾ ഒരാളെ കേൾക്കുന്നതിന് ചില രീതികളുണ്ട്. എങ്ങനെയാണ് നമ്മൾ കേൾക്കേണ്ടത്, കേൾക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ലിസണിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ അറിയേണ്ടതുണ്ട്. അതേപോലെ ആളുകൾക്ക് മുന്നിൽ എന്തെങ്കിലും ഒരു കാര്യം എഴുന്നേറ്റ് നിന്ന് പലപ്പോഴും നമ്മൾ പാരന്റ്സ് ആണല്ലോ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യം പറയേണ്ടതുണ്ട്, പറയാനുണ്ട്, പക്ഷെ പറയാനുള്ള ധൈര്യമില്ല. എന്തുകൊണ്ടാ ധൈര്യമില്ല? അതൊരു സ്കില്ലാണ്. ആ സ്കില്ലുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ കോഴ്സിലൂടെ നൽകുകയാണ്. അപ്പൊ ഞാൻ കുറെ സമയമായി കോഴ്സിലൂടെ എന്ന് പറയുന്നു. ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് എന്ന ഈ ഒരു പ്രോഗ്രാം ഓഫ്ലൈൻ ആയിട്ടാണ് നടക്കുന്നത്. ഇതില് കോഴിക്കോട് ജില്ലയിലോ തൊട്ടടുത്ത ജില്ലകളിലുള്ള എത്ര പേരുണ്ട്? ഒന്ന് ചാറ്റ് ചെയ്യാമോ? ഐ, ലെറ്റർ ഐ. ഒന്ന് ടൈപ്പ് ചെയ്യാമോ? എത്ര പേരുണ്ട് കോഴിക്കോട് ജില്ലയിലുള്ള ആളുകൾ അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിലുള്ള ആളുകൾ? എന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾ ടൈപ്പ് ചെയ്യേണ്ടതില്ല, അല്ലാത്ത ആളുകൾ. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഒരുപാട് ആളുകൾ ഓക്കെ കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ, നമ്മൾ ഇത്തരം കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് നമ്മളുടെ മനസ്സെന്നും നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് പാകപ്പെടുത്തുക എന്നും നമ്മൾ എങ്ങനെയാണ് മൈൻഡ്ഫുൾ ആയി ജീവിക്കുക എന്നും നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് നേടിയെടുക്കുക എന്നും നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നും നമ്മുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് പരിഹരിക്കുക എന്നും നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സൗഹൃദങ്ങൾ, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളൊരു പ്രൊഫഷണലാണ്, നിങ്ങളൊരു കൗൺസിലറാണ്, ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അങ്ങനെയെങ്കിൽ പോലും, ഇനിയല്ല നിങ്ങളൊരു ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വേർത്തായിട്ടുള്ള, ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു കോഴ്സ്, ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത്. അപ്പൊ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ പല ആളുകളും സ്വപ്നം കണ്ടാൽ മതി, നമ്മൾ കാര്യങ്ങളൊക്കെ നേടുമെന്ന് മോട്ടിവേഷൻ കേട്ടിട്ടുണ്ടാകും. പക്ഷെ സ്വപ്നം കണ്ടാൽ പോരാ, സ്വപ്നം എങ്ങനെ കാണണം, എങ്ങനെ കാണരുത്, അതെങ്ങനെയാണ് അതിന് സാധിക്കുക? അതിന് നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മളെ ബ്രെയിനെ നമ്മൾ പരിശീലിപ്പിക്കുക, മൈൻഡിനെ എങ്ങനെയാണ് നമ്മൾ പരിശീലിപ്പിക്കുക? ഓക്കെ, അതിനെന്തെങ്കിലും പ്രാക്ടിക്കൽ ടൂളുകൾ ഉണ്ടോ? ഉണ്ട്. നെഗറ്റീവ് ചിന്ത പാടില്ല, പോസിറ്റീവ് ആയിരിക്കണം. ബി പോസിറ്റീവ്, തിങ്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, അതിന് പ്രാക്ടിക്കൽ ടൂളുകളുണ്ട്. നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരിക എന്നുള്ള ശീലമായിരിക്കും, സ്വാഭാവികമാണ്, പ്രകൃതിയാണ്. അതിനെ പിന്നാലെ സൈക്കിൾ എടുത്ത് പോകലല്ല, ആ ചിന്തയെ ഫ്രീ ആക്കി വിടുക. എന്നിട്ടോ പോസിറ്റീവായ ചിന്തകൾ വരാൻ ആവശ്യമായിട്ടുള്ള ടെക്നിക്കുകളുണ്ട്, ടൂളുകളുണ്ട്, സൈക്കോളജിക്കൽ ടൂളുകളുണ്ട്. 100-ൽ പരം ടൂളുകൾ, ഹാപ്പി ലൈഫ് ടെക്നിക്കുകൾ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും പ്രിന്റഡ് ആയിട്ടുള്ള ടൂളുകൾ ഒരു ബുക്ക് രീതിയിൽ തന്നെ നമ്മൾ ഇതിലെ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുന്നതാണ്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, അല്ലാതെ തന്നെ നിങ്ങൾക്ക് പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ ഇവിടെ തന്നെ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ
ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് നേടിയെടുക്കുക, അതിനെ എങ്ങനെയാണ് ഗോളുകളാക്കുക, ഗോളുകൾ എങ്ങനെയാണ് എഴുതുക, അതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് എഴുതുക, നമ്മൾ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്വപ്നം കാണേണ്ടത്, കാണുമ്പോഴുള്ള റൂൾസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള പ്രെയർ, നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രാർത്ഥന, ശരിയായ രീതിയിലുള്ള പ്രാർത്ഥന എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു മിസ്റ്റിക് ലെവലിലുള്ള ഒരു പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന തരത്തിൽ ഇത് എങ്ങനെയാണ് പ്രാർത്ഥന. ഇനി ദൈവികമായിട്ട് നിങ്ങൾ ദൈവത്തിലേക്ക് അടുക്കാനും നിങ്ങളെ മൈൻഡ് ഫ്രീ ആക്കാനും റിലാക്സ് ആക്കാനും എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൂളുകൾ, എല്ലാത്തിനും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൂളുകളുണ്ട്. അത്തരം ടൂളുകൾ അപ്ലൈ ചെയ്യുകയാണ്. നമ്മുടെ താല്പര്യമോ നമ്മുടെ ആഗ്രഹമോ ശരിയാവണം എന്ന് പറയലോ അല്ല. നിങ്ങൾ മാറൂ, ഹാപ്പി ലൈഫ് ആയിരിക്കണം, റിലേഷൻഷിപ്പ് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മോട്ടിവേറ്റ് ചെയ്യുകയല്ല ഈ ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ല, മറിച്ച് ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, അതിന്റെ ആവശ്യകതകൾ പറയുന്നു. ദെൻ ഹൗ, എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, എന്ത് ടൂൾ അപ്ലൈ ചെയ്താൽ, എങ്ങനെ കുട്ടിയോട് സംസാരിച്ചാൽ റിസൾട്ട് ഉണ്ടാകും, എങ്ങനെ ഹസ്ബൻഡിനോട് ബിഹേവ് ചെയ്താൽ, എന്ത് കൊടുത്താൽ, എന്ത് കാണിച്ചാൽ, എന്ത് കാണിക്കാതിരുന്നാൽ, എങ്ങനെ ചിന്തിച്ചാൽ, എങ്ങനെ ചിന്തിക്കാതിരുന്നാൽ, അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പ്രാക്ടിക്കൽ ടൂളുകൾ, അങ്ങനെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പോസിറ്റീവ് സൈക്കോളജിയിൽ നിരവധി ടൂളുകളുണ്ട്. അത്തരം ടൂളുകൾ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നു. ലോ ഓഫ് അട്രാക്ഷൻ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ ആവശ്യമായുള്ള നിരവധി ടെക്നിക്കുകൾ ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷന്റെ ടെക്നിക്കുകൾ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നു. അതേപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷൻസിന്റെ അത്ഭുതകരമായ പ്രക്രിയ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നിരവധി അഫർമേഷൻസും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ സാധാരണയായി നിങ്ങൾ ഒട്ടുമിക്ക ക്ലാസ്സുകളിലും കേൾക്കുന്ന കാര്യമായിരിക്കും ഫോർഗീവ്നെസിന്റെയും ഗ്രാറ്റിറ്റ്യൂഡിന്റെയും അത്ഭുത ശക്തി. അതെങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുക, അതിന്റെ പ്രാക്ടിക്കൽ ടൂൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ കൂടെ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നു. അങ്ങനെ വൈവിധ്യമായ ഒരുപാട് ടോപ്പിക്കുകൾ ചർച്ച ചെയ്യുകയും മൈൻഡ്ഫുൾ ആയിട്ടുള്ള, മനസ്സറിഞ്ഞ, സന്തോഷകരമായ, സ്നേഹാർദ്രമായ, സമാധാനമുള്ള ജീവിതം സാധ്യമാകാൻ എന്ത് നമുക്ക് ചെയ്യാം അത് നമ്മൾ ചെയ്യുകയും. 12 ക്ലാസ്സുകളാണ് ഉണ്ടാവുക. അതായത് ആഴ്ചയിൽ 2 ക്ലാസ്സുകൾ, ഒരു തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ ഓഫ്ലൈൻ ആയിട്ട് കാലിക്കറ്റ് താമരശ്ശേരി വെച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഓഫ്ലൈൻ ആയിട്ട് ഉള്ള ക്ലാസ്സുകളാണ്. അങ്ങനെ 12 ക്ലാസ്സുകൾ, ഇപ്പൊ തിങ്കൾ ബുധൻ ദിവസങ്ങളിലായിട്ട് ക്ലാസ് നടക്കുന്നു. അങ്ങനെയുള്ള 12 ക്ലാസ്സുകൾ ഉണ്ടാകും. ക്ലാസ് തുടങ്ങുന്ന അന്ന് മുതൽ 60 ദിവസത്തേക്ക് നിങ്ങൾക്ക് പേഴ്സണൽ മെന്ററിംഗ് ഉണ്ടാകും. പേഴ്സണൽ മെന്ററിംഗ് ഇതൊരു ലേഡീസ് ഓൺലി പ്രോഗ്രാം ആണല്ലോ. ഒരു ലേഡി മെന്ററുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകും. ലേഡി മെന്ററുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളെ ആക്ടിവിറ്റി കാര്യങ്ങൾ ചെയ്തോ എന്ന് നോക്കലോ മറ്റു കാര്യങ്ങൾ അല്ല, നിങ്ങളെ പേഴ്സണലായി കോണ്ടാക്ട് ചെയ്യുകയും നിങ്ങളെ വിളിച്ച് നിങ്ങളെ കേൾക്കുകയും നിങ്ങളെ സന്തോഷങ്ങളോ നിങ്ങളെ സങ്കടങ്ങളോ നിങ്ങളെ ആഗ്രഹങ്ങളോ നിങ്ങൾ ഇന്നുവരെ ആരോടോ പറഞ്ഞ കാര്യങ്ങളോ ഇതുവരെ ഒരാളോട് പോലും പറയാത്ത കാര്യങ്ങളോ നിങ്ങൾക്ക് അത്രയും മനസ്സിന് വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളോ സന്തോഷിപ്പിച്ച കാര്യങ്ങളോ വാട്ട് ഇറ്റ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്ത് കാര്യങ്ങളും ആരോട് പറയാം, നിങ്ങൾക്ക് ഈ മെന്ററോട് പറയാവുന്നതാണ്. അവർ നിങ്ങൾക്ക് വ്യക്തമായ പരിഹാരങ്ങൾ, നമ്മുടെ ക്ലാസ്സിൽ നൽകുന്ന പരിഹാരങ്ങൾക്ക് പുറമെ നിരവധി ടെക്നിക്കൽ ടൂളുകൾ അവരെ കയ്യിൽ ഉണ്ടാകും. കാരണം എൻ്റെ 4 വർഷമായ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ, ഓൺലൈനും ഓഫ്ലൈനുമായി നടക്കുന്ന വിവിധങ്ങളായ പ്രോഗ്രാമുകളിൽ മെന്ററായി പ്രവർത്തിച്ചുകൊണ്ട് 100 കണക്കിന് കേസുകൾ അവരെ കേൾക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ആളുകളാണ് ഇതിന്റെ മെന്റർഷിപ്പ് ഏറ്റെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ക്ലാസ് ആയിരിക്കും, അതിന് പുറമെ ആ മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ പ്രാക്ടിക്കൽ ടൂളുകളെല്ലാം അപ്ലൈ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന, അത് അപ്ലൈ ചെയ്യുന്നത് വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, അതിലൂടെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കൊരു കൈത്താങ്ങായി നിങ്ങളുടെ കൂടെ നിങ്ങളൊരു സുഹൃത്തായോ നിങ്ങളുടെ കൂട്ടുകാരിയായോ നിങ്ങളൊരു ജ്യേഷ്ഠത്തിയായോ നിങ്ങളുടെ അനിയത്തിയായോ നിങ്ങളെ പ്രശ്നങ്ങൾ കേൾക്കാനും നിങ്ങളെ പരിഭവങ്ങളോ സങ്കടങ്ങളോ സന്തോഷങ്ങളോ എന്ത് തന്നെയായാലും കേൾക്കാൻ നിങ്ങളോടൊപ്പം ഒരു മെന്ററും കൂടെ പ്രവർത്തിക്കുന്നു. എന്താ കാരണം, നമ്മൾ പലപ്പോഴും മാറണം എന്നൊക്കെ വിചാരിച്ച് പല ക്ലാസ്സിലും പോകും. പക്ഷെ ക്ലാസ് ഒക്കെ അങ്ങനെ ഒരു സൈഡിലൂടെ പോകും, നമ്മൾ ഇപ്പുറത്തെ സൈഡിലൂടെ പോകും. ക്ലാസ് ഒക്കെ കേൾക്കും, പക്ഷെ മാറുന്നുണ്ടാവില്ല. കാരണം എക്സ്റ്റേണൽ അക്കൗണ്ടബിലിറ്റി എന്നൊരു സംവിധാനം നമ്മളിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ്. എക്സ്റ്റേണൽ അക്കൗണ്ടബിലിറ്റി നമ്മൾ ഗുരുകുല സമ്പ്രദായം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതേപോലെ നമ്മളെ നോക്കാനും നമ്മളെ കാര്യങ്ങൾ പറയാനും നമ്മുടെ ആക്ടിവിറ്റി കാര്യങ്ങൾ, ഇപ്പൊ ഇന്ന് ഒരു ആക്ടിവിറ്റി ചെയ്യണം, അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റാത്തത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും
ടെൻഷനോ കാര്യമോ കുടുങ്ങിയോ? അതുകൊണ്ടാണോ? ഓക്കെ, അപ്പൊ അതിനുള്ള പരിഹാരമാണ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു വളരെ മനോഹരമായിട്ടുള്ള, ഗംഭീരമായിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, അമേസിംഗ് ആയിട്ടുള്ള ടെക്നിക്കുകൾ, പോസിറ്റീവ് സൈക്കോളജിയുടെയും ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, ആളുകളിൽ വിസ്മയം ഉണ്ടാക്കുന്ന NLPയിലുള്ള ചില ടെക്നിക്കുകളും അപ്ലൈ ചെയ്തുകൊണ്ട്, ലോ ഓഫ് അട്രാക്ഷന്റെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗംഭീരമായ ഒരു പ്രോഗ്രാം ആയിരിക്കും. ഇതൊരു കോഴ്സ് അല്ല, ഇത് വെറും ഒരു കോഴ്സ് അല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ഒരു ടൂളാണ്, ഒരു യാത്രയാണ്. അങ്ങനെ നിങ്ങൾ കാണുക. ഇതിലേക്ക് നിങ്ങൾ ചെലവഴിക്കുന്ന കാശ് നിങ്ങളൊരു പൈസ കൊടുക്കലല്ല, നിങ്ങൾ എവിടേക്കോ പൈസ അടക്കലല്ല, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ലാഭം കിട്ടും. 10 മടങ്ങായി കിട്ടുന്നതുണ്ട്, ചിലത് അതിലും കൂടുതൽ ഉണ്ടാകും, കുറവൊക്കെ ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് ചുരുങ്ങിയത് 10 അല്ലെങ്കിൽ 100 തിരിച്ച് ലഭിക്കുന്നതായിരിക്കുമെന്ന് 100% ഉറപ്പ് നൽകുന്നു. എങ്ങനെ? എന്റെ ക്ലാസ് നിങ്ങൾ 12 ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് അതിന്റെ ആക്ടിവിറ്റി പൂർത്തിയാക്കി നിങ്ങൾക്ക് ലഭിക്കുന്ന മെന്റർഷിപ്പിന് ശേഷം നിങ്ങൾ അടയ്ക്കുന്ന സംഖ്യ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത്ര പൈസ ഒന്നും വേണ്ടായിരുന്നു, ഇത് നഷ്ടമാണ് എന്ന് തോന്നിയാൽ ഒരു മടിയും വേണ്ട. ഈ പ്രോഗ്രാം റെക്കോർഡഡ് ആണ്. ഒരു മടിയും വേണ്ട, 1 രൂപ പോലും ഇല്ലാതെ ഞാൻ നിങ്ങൾക്ക് മടക്കി തരുന്നതാണ്. ഇത്രയും ഗ്യാരണ്ടി, ഇത്രയും ധൈര്യം എന്തുകൊണ്ട് ഞാൻ പറയുന്നു? എൻ്റെ 5 വർഷക്കാലത്തെ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമും അതിനു മുന്നേ നടത്തിയ പ്രോഗ്രാമുകളിലൂടെയും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഞാൻ ഈ കൊടുത്ത ടൂളുകൾ പ്രാക്ടിക്കലായി സീരിയസ് ആയി എടുത്ത് അപ്ലൈ ചെയ്ത ആളുകളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് തെളിവായിട്ടുള്ള ആളുകൾ ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരിക്കൽ കൂടെ പറയാണ്, മാറണം. മാറുമോ? ഇതിപ്പോ വെറുതെ പറയുന്നതാണോ? ഒരു പരസ്യം പറയും പോലെ പറയുന്നതാണോ? ഉറപ്പായും ഇതൊക്കെ കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്ത തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എങ്കിൽ ഒരു മടിയും വേണ്ട. ഒരു മനുഷ്യനെ അങ്ങനെ പച്ചയായി പറ്റിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കാശ് തിരിച്ചു ചോദിക്കുകയും വേണം. അതിനുള്ള ചങ്കൂറ്റമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ കോഴ്സ് കഴിയുമ്പോൾ 10 ദിവസത്തെ ക്ലാസ്, 12 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല, കുറെ മോട്ടിവേഷൻ, കുറെ പുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കാശ് ഞാൻ 1 രൂപ പോലും ഇല്ലാതെ തിരിച്ചു തരാം സന്തോഷത്തോടെ. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ക്ലാസ് ടൈം രാവിലെ 10 മണി നമ്മൾ പറയും, കറക്റ്റ് 10:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് പ്രോഗ്രാം ആയിരിക്കും കേട്ടോ. വൈകിട്ട് 4 മണി വരെയാണ് ടൈം. 4 മണി വരെയാണ്. ആ ഉച്ച വരെ നമ്മൾ കണ്ടന്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രാക്ടിക്കൽ സെഷൻ ജസ്റ്റ് ഇങ്ങനെ പ്രസംഗിക്കൽ മാത്രമല്ല, ഇത് ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് പരിമിതിയുണ്ട്. ഓക്കെ, കുറെ ആക്ടിവിറ്റി, എന്താണോ നമ്മൾ പറയുന്ന ആക്ടിവിറ്റി കാര്യങ്ങൾ, നല്ലൊരു സൗഹൃദ കൂട്ടായ്മ, ഒരു സന്തോഷകരമായ കൂട്ടായ്മ. ഒരു പക്ഷേ നിങ്ങളുടെ സ്കൂൾ ലൈഫിലേക്കോ നിങ്ങൾ കോളേജ് ലൈഫിലേക്കോ തിരിച്ചു പോയതുപോലെയുള്ള ഒരു ഫീൽ ഉറപ്പായും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ പറയാൻ ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സൽമ മാം കേൾക്കുന്നുണ്ടോ? സൽമാസി. ഓക്കെ, ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകളുണ്ട്. ജസ്റ്റ് അവർ പറയട്ടെ ഞാൻ ഈ പറഞ്ഞ. സൽമ മാം കേൾക്കുന്നുണ്ടോ? സൽമാസി ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ. ഹലോ സർ. യെസ്. ജസ്റ്റ് എന്താണ് നമ്മളെ ക്ലാസ്സിനെ കുറിച്ച് ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ? ഇപ്പൊ നമ്മള് 10 ദിവസത്തെ ക്ലാസ് ആണ് നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞത് അല്ലേ? ഓക്കെ, എന്താണ് ഫീഡ്ബാക്ക്? നമ്മളെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറയും. എനിക്ക് നമ്മളെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ ഈ ക്ലാസ്സിലോട്ട് വരുമ്പം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കെന്താ ചില വേർഡ്സ് ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അഫർമേഷൻസ് പറയുമ്പോഴാണ് ശരിക്കും എന്റെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായത്. എനിക്ക് അഫർമേഷൻ പറയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ മുബഷിറ മിസ്സുമായിട്ട് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം EFT തെറാപ്പി തുടങ്ങി. പിന്നെ എനിക്ക് പറയാൻ പറ്റാത്ത അത്രയും പ്രയാസങ്ങളായിരുന്നു. എനിക്ക് സെൽഫ് ലവ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് തലവേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. എന്റെ ബോഡി മൊത്തമായിട്ട് ഒരു 10-20 ദിവസം ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. വൊമിറ്റിങ് വന്നു, തലവേദന വന്നു, അങ്ങനെയും ഫീൽ ചെയ്ത ഒരാളാണ്. പക്ഷെ ആ ഒരു ഒരു പീക്ക് ടൈമിന്ന് പെട്ടെന്ന് എനിക്കൊരു ഒരു മാറ്റം. അതിനുശേഷം പഴയ ഞാൻ ഒരിക്കലും ആവൂല എന്ന് കരുതിയ ഞാനായി മാറി. 18 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും എഴുത്ത് തുടങ്ങി. ഇപ്പൊ അത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് എന്റെ എഴുത്തിന് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ഞാൻ അതിലോട്ട് അങ്ങനെ ഒരു ഗോൾ തന്നെ എനിക്ക് ഇല്ലായിരുന്നു. ഞാൻ ഒരിക്കലും തിരിച്ചു വരൂല എന്ന് കരുതിയ ഒരു മേഖലയിലേക്കാണ് ഞാൻ അപ്രതീക്ഷിതമായിട്ട് വരുന്നത്.
അപ്പൊ അതിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. സാറിനോടും റിവൈവ് അക്കാദമിയോടും അതുപോലെ തന്നെ ഷന മിസ്, മുബഷിറ മിസ്, ഫൗസിയ മിസ് മിസ്സിന്റെ സൗണ്ട് എല്ലാം. കട്ടാവുന്നില്ല. മിസ്സെ വീഡിയോ ഓഫ് ചെയ്യാമോ? വീഡിയോ ഓഫ് ചെയ്തോളൂ. വീഡിയോ ഓഫ് ഓക്കെ. ചെയ്തോളൂ. സൗണ്ട് കട്ടാവുന്നുണ്ട്, ഓഡിയോ കട്ടാവുന്നുണ്ട്. ഓക്കെ ഓക്കെ. വീഡിയോ ഓഫ് ചെയ്തോളൂ. പറഞ്ഞോളൂ. ചെറിയ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. വീഡിയോ പറഞ്ഞോളൂ. വീഡിയോ ഓഫ് ചെയ്ത് പറഞ്ഞു. വീഡിയോ ഓഫ് ചെയ്ത് പറഞ്ഞോളൂ. ഇനി പറഞ്ഞോളൂ. അപ്പം ഞാൻ ഇത്രയും ഒരു 18 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്റെ പഴയ മേഖലയിലേക്ക് ഞാൻ തിരിച്ചു വന്നതാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഗോളോ അങ്ങനെ ഒരു പ്രതീക്ഷയോ ഒന്നും എനിക്കില്ലായിരുന്നു. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു ദിവസം എന്നോട് ഷനമ പറഞ്ഞ ഒരു ഫീഡ്ബാക്ക് തരാൻ പറഞ്ഞു. അപ്പൊ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞപ്പം ശരിക്കും എനിക്കത് എന്റെ ഒരു എങ്ങനെ പറയണോന്നുള്ളത് പെട്ടെന്ന് എന്റെ ഉള്ളിലോട്ട് വന്നു. ഞാൻ തന്നെ ഒരു അത്ഭുതപ്പെട്ടു പോയി. ശരിക്കും ഒരു മാജിക്കോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി. ഒരു മിറാക്കിൾ തന്നെ എന്റെ ലൈഫിൽ സംഭവിച്ചു. അപ്പൊ ഞാൻ ഈ ഒരു റിവൈവ് അക്കാദമിയിൽ എത്തിയിരുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു മേഖലയിലേക്ക് പിന്നെ തിരിച്ചു വരില്ലായിരുന്നു. അത് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് സാറിനോടും ഫസി മാമിനോടും ഷന മാമിനോടും മുബഷിറ മിസ്സിനോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും എങ്ങനെ ഞാനത് പ്രകടിപ്പിച്ചാലും എനിക്കത് മതിയാവില്ല. അപ്പം എന്റെ ഒരു തിരിച്ചുവരവ് സാധ്യമായിട്ടുണ്ടെങ്കിൽ ആർക്കും എന്തും നേടാന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. യെസ്, ഓക്കെ. സൽമാൻ മിസ്സേ, വളരെ സന്തോഷം. ഏതായാലും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്നും. സ്ക്രീൻ കാണുന്നുണ്ടോ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിരുന്നു. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഏതായാലും ഒരു ഫീഡ്ബാക്ക് തരാൻ പറഞ്ഞ സമയത്ത് മിസ് ഇങ്ങനെയാണ് നമുക്കൊരു ഫീഡ്ബാക്ക് തന്നത്. ഓക്കെ, ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് നൗഷിബ കേൾക്കുന്നുണ്ടോ? നൗഷിബ? യെസ് സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ? വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. ഞാന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അതേപോലെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്താണ് ഞാൻ റിവൈവ് അക്കാദമിയിലേക്ക് എത്തിയത്. എൻ്റെ ഫ്രണ്ട് മുഖേനയാണ് എത്തിയത്. ഇന്നും ഞാൻ അവളോട് കടപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാല് ഒരാൾക്ക് വേണ്ട ജീവിക്കാൻ മുന്നോട്ട് എന്തൊക്കെ വേണോ അതൊക്കെ എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറെ പൈസയും അതേപോലെ വീട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാം. എനിക്ക് ജീവിക്കാൻ പറ്റിയത് സാറിന്റെ അടുത്ത് വന്നതിന് ശേഷമാണ്. എൻ്റെ ഗോളുകൾ അച്ചീവ് ചെയ്യാനും ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ അവിടെ വരുന്നത് വരെ ഞാൻ തൃപ്തിപ്പെട്ടായിരുന്നില്ല അത് ചെയ്തത്. പക്ഷെ അതിനുശേഷം അവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയാനുള്ള എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പലതിനും പേടിച്ചു നിന്ന ഞാൻ പലരുടെ അഭിപ്രായങ്ങളും കേട്ടിട്ട് അതും കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ എന്നിട്ടാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അതല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താവണം എന്ന് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ എന്നെ ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ എന്നെ എത്തിച്ചത് ഹാരിസ് സാറാണ്. ഞാൻ സാറിനോട് എന്നും കടപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ +2 പോയിട്ടുണ്ട്, അതേപോലെ TTCക്ക് പോയിട്ട്. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാത്ത അത്രയും 10 ക്ലാസ് ആണ് എങ്കിൽ പോലും അത്രയും നല്ല അനുഭൂതിയാണ് എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. മെന്റേഴ്സ് ആയാലും കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന മെന്റേഴ്സാണ്. അവരെ പ്രത്യേകം എടുത്തു പറയണം. എല്ലാത്തിനും പ്രത്യേകം കാര്യങ്ങൾ വിളിച്ചറിയിച്ചിട്ടും നമുക്ക് എല്ലാ കാര്യവും എപ്പോൾ വിളിച്ച് ചോദിച്ചാലും എന്തെങ്കിലും വർക്കിന്റെ കാര്യമൊക്കെ ആയാലും എപ്പോൾ വിളിച്ചാലും നമുക്ക് അതിൻ്റെതായ രീതിയിൽ നമുക്ക് ആ ഒരു സംശയം ക്ലിയർ ചെയ്ത് തരുന്നതും അതേപോലെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന മെന്റേഴ്സാണ്. എല്ലാത്തിലും നമ്മളെ കൂടെ ഇപ്പോൾ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു മെന്റർ എന്നുള്ളത് എല്ലാത്തിലും ഒന്നും കൂടില്ല. ഇവർ നമ്മുടെ കൂടെ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും എല്ലാത്തിനും കൂടും. ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളെ കൂടെ കൂടി ഞങ്ങളെ എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങളെ മെന്റേഴ്സ് ഞങ്ങളെ ഹാപ്പി ആക്കാറുണ്ട്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അവിടുന്ന്. എന്തായാലും സാറിന്റെ അവിടെ ഇപ്പൊ ഏതൊരു കോഴ്സ് നടക്കുകയാണെങ്കിലും അതിൽ ചേർന്നവർക്കൊന്നും സാറ് പറഞ്ഞല്ലോ, ചേർന്ന് കഴിഞ്ഞിട്ട് ഇന്നത് എനിക്ക് മാറ്റം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാവില്ല. മാറ്റം ഇല്ലാത്തവരായിട്ട് ഒരു മാറ്റം പോലും ഇല്ലാണ്ട് അവിടുന്ന് ആരും ഇറങ്ങൂല. അത്രയും നല്ല ക്ലാസ്സാണ് സാറിൻ്റെത്.
താങ്ക് യു സർ. ഓക്കെ നൗഷിബ, വളരെ സന്തോഷം. ഏതായാലും നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. സമാധാനവും സന്തോഷവും. ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. യെസ് സർ, കേൾക്കാം. ഓക്കെ, സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ. സാറ മാം കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കാം സാർ. ഓക്കെ, ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക്. ഒരു കുഞ്ഞു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയില്ല, പിന്നെ ഒരുപാട് പറയാനുണ്ടാവും. വളരെ സിമ്പിളായിട്ട് പറയാണ്. ഞാൻ ഒരുപാട് റിസോഴ്സുകളായിട്ട് ഇരിക്കുന്ന സമയത്ത് വേണ്ട രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തപ്പം, പക്ഷെ ഈ സർവേറ്റ് കണക്ട് ആയതിനു ശേഷം എൻ്റെ റിസോഴ്സുകളൊക്കെ വേണ്ട രീതിയിൽ യൂസ്ഫുൾ ആക്കാനും പിന്നെ ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് മുമ്പോട്ട് പോകാനും സാധ്യമാക്കിയിട്ടുണ്ട്. എൻ്റെ ഇമോഷണൽ ബ്ലോക്കേജുകൾ ഹീലിംഗ് വളരെ ഡീപ്പായിട്ട് സാധ്യമാക്കിയിട്ട്, എന്താണോ എന്നെ പ്രയാസപ്പെടുന്ന ആ ഒരു ഫിയറോ എനിക്കറിയില്ല പറയാൻ, പക്ഷെ അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്തിട്ട് ഒരു റിയൽ ഹ്യൂമൻ ബീങ് ആയിട്ട് മാറാനും, സാറ് പറഞ്ഞ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, ബട്ടർഫ്ലൈ ആണെങ്കിലും ഒരു എല്ലാ സാധനങ്ങളും എൻജോയ് ചെയ്യുന്ന ഒരു സ്റ്റൈലിലേക്ക് എന്നെ മാറ്റിയിട്ടുണ്ട്. എൻ്റെ കരിയറിൽ എൻ്റെ ഗോൾസൊക്കെ വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാനും ഒരുപാട് അറിയില്ല എങ്ങനെ പറയാന്നുള്ളത്. അത്രയും വേർഡ്സുകൾ കൊണ്ട് വാക്കുകൾക്ക് അതീതമാണ് ഫീഡ്ബാക്ക് പറയാൻ. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. ഓക്കെ, സന്തോഷം ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. നമുക്ക് വേറെ ആരാണ്? റിഷാന കേൾക്കുന്നുണ്ടോ? റിഷാന മാം. ഹലോ സാർ, കേൾക്കാം. യെസ്, പറയൂ റിഷാന, എന്താണ് ഫീഡ്ബാക്ക്? എന്താണ് ക്ലാസ്സിനെ പറ്റി എന്ത് പറയുന്നു? സാറ് ക്ലാസ്സിനെ കുറിച്ചിട്ട് പറയുകയാണ്. ഇപ്പൊ സാറ് മിസ് പറഞ്ഞാതിരി ചെറുതിലൊന്നും നിൽക്കൂല, ഒരുപാട് പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് തന്നെ എന്റെ ലൈഫിൽ തന്നെ എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ നല്ലൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മുബഷിറ മിസ്സിനെ, എന്റെ കസിനാണ് മുബഷിറ മിസ്. അങ്ങനെ മുബഷിറ മിസ്സിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സാഹചര്യം, പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോ അവിടെ എത്തിയതും അങ്ങനെ മിസ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത് നോക്കാം, എങ്ങനെ മിസ്സിനോട് പറഞ്ഞു എന്തായാലും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഇല്ലെങ്കിൽ പൈസ അങ്ങ് തിരിച്ചങ്ങോട്ട് തരുന്ന വരെ പറഞ്ഞു. അപ്പൊ അവർ അങ്ങനെങ്കിലും പറയണമെങ്കിൽ എന്തായാലും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് എന്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു തീരുമാനമാണെന്നുള്ളത്. കാരണം എന്താ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സാറേ. ഒരുപാടെന്ന് പറഞ്ഞാല് ഒരുപാട് പറയാനെന്ന് വെച്ചപ്പോ സങ്കടമായി പോകും. അതിലൊക്കെ ഏറ്റവും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളത് തന്നെ സത്യമാണ്. കാരണം എല്ലാവർക്കും അറിയാം എന്റെ ഭർത്താവ് അവിടെ ബുദ്ധിമുട്ടായി വരാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിന്നതും, പിന്നെ ബോഡി ഷെയ്മിങ്, എന്റെ മൂക്കങ്ങനെ ഓരോരുത്തർ പല പല വാക്കുകൾ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഇമോഷൻ ആവുന്ന ഒരാളായിരുന്നു. പക്ഷെ സാറെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് എന്താ സെൽഫ് ലവ് നന്നായിട്ട്, സെൽഫ് കോൺഫിഡൻസ് ആയിക്കോട്ടെ, സെൽഫ് ലവ് ആയിക്കോട്ടെ, ഭയങ്കര നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് അതിലൊന്നും ഒരു കൂസലുണ്ടാവില്ല. ഒരു ചെവി കൂടെ കേൾക്കുന്ന സാറ് പറഞ്ഞു, ഒരു ചെവി 2 ചെവി എന്തിനാ തന്നത്, ഒരു ചെവി കേൾക്കാനും ഒരു ചെവി വിടാനും. ആ ഒരു മൈൻഡിലാണ് ഞാനിപ്പം. ഒരു ചെവി കൂടെ കേൾക്കുന്ന, ഒരു ചെവി കൂടെ വിടുന്നു. എത്ര ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ മാത്രം ഇത് നമ്മളൊരു മെന്ററി, ഇപ്പൊ ഷാന മിസ് ആയിക്കോട്ടെ, മുബേഷർ മിസ് ആയിക്കോട്ടെ, സെൽമ മിസ്, എല്ലാവരും നമ്മളെ കൂടെ തന്നെ നിന്നും കണ്ട്, സാറും ആയിക്കോട്ടെ എല്ലാവരും. പക്ഷെ ഒരു വേർതിരിവ് കാണിക്കാതെ നല്ലോണം കൂടെ തന്നെ നിന്നിട്ട് നമ്മളെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും, നമ്മൾ സങ്കടത്തിലായാലും സന്തോഷത്തിലായാലും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് സെൽമബല് എന്താ നൗഷിമ മിസ് പറഞ്ഞ പോലെ തന്നെ എന്താ നമ്മളെ വൈബില് നമ്മൾ ഒരു സ്ഥാപനത്തിൽ പോയാൽ നമ്മൾ സാറുമാരും മിസ്സുമാരും കാണുമ്പോൾ ഭയങ്കര പേടി, ബഹുമാനം ഇല്ലാന്നല്ല, ഭയങ്കര പേടിച്ചോണ്ടല്ല നമ്മൾ അവിടെ നിന്നത്. പക്ഷെ നമ്മളെ കൂടെ തന്നെ നമ്മളതേ വൈബുള്ള ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ അതിൽ വലിയ സന്തോഷം വേറെ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ എക്സാം എഴുതാൻ നമ്മളെ ഇതിന് എക്സാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പേടിയായി. ഇനി ഒരു എക്സാം എനിക്ക് താങ്ങൂല, എക്സാം ഉള്ളതുകൊണ്ട് ഞാൻ പോകൂലെന്നൊക്കെ ആയിരുന്നു. പക്ഷെ എക്സാം വരെ അടിപൊളിയായിട്ട് എഴുതാൻ കഴിഞ്ഞിട്ട് വളരെ സന്തോഷമാണ്. ഒരു ഭയങ്കര സന്തോഷം. ഇപ്പൊ എന്താ പറയാ, ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എന്റെ ഫാമിലി നിന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് ഇപ്പൊ കുറെ മാറിപ്പോയി, പണ്ടത്തെ ആളല്ല എന്നൊക്കെ ഓരോരുത്തർ പറയുമ്പോ തന്നെ വളരെ സന്തോഷമാണ് കേൾക്കുമ്പോ. പിന്നെ ഞാൻ ഇതിൽ പാരന്റിംഗ് ക്ലാസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയതുകൊണ്ട് തന്നെ എന്റെ കുറെ കസിൻസിനും ഒക്കെ കുറെ ആൾക്കാർക്ക് അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ വലിയൊരു ഉപകാരമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കുറെ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ ആ ഒരു ഇതിന്റെ എനിക്ക് വന്ന റിസൾട്ട് കൊണ്ടാണ് ഞാൻ ഇവരൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ചത് തന്നെ. അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ കഴിയട്ടെ എന്നുള്ളൊരു ഇതുകൊണ്ട്. പിന്നെ വേറെന്താ, അങ്ങനെ പോകണു ഉഷാറായിട്ട്. പിന്നെ സാർ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, എന്താ ദാമ്പത്യ ജീവിതത്തിൽ നമ്മള് എന്താ ചെറുപ്പം നമ്മൾ പഠിക്കുന്നുണ്ടോ, കല്യാണം കഴിഞ്ഞാൽ നമ്മള് ഭർത്താവിനെ മനസ്സിലാക്കുക, ഭാര്യനെ മനസ്സിലാക്കുക. സാറ് പറഞ്ഞപ്പോ എനിക്ക് എന്താ ഓർമ്മ വന്നതെന്നോ,
ചെറുപ്പം മുതലേ കേൾക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നല്ല, ആരാന്റെ വീട്ടിൽ പോകാനുള്ളതാണ്, ആരാന്റെ അടുപ്പിൽ ഊതാനുള്ളതാണ്, ആരാന്റെ അടുക്കളയിൽ കയറാനുള്ളതാണ്, ഇതാണല്ലോ നമ്മൾ കേൾക്കുന്നത്. പക്ഷെ എല്ലാത്തിനും നല്ലൊരു മാറ്റം ശരിക്കും പറയുകയാണെങ്കിൽ ലൈഫ് തന്നെ മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ റിവൈവ് അക്കാദമിയിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായത്. സാറോടായാലും മെന്റേഴ്സിനോടായാലും പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയും കടപ്പാടുണ്ട്. വളരെ സന്തോഷമാണ് സാർ. ഓക്കെ, താങ്ക് യു. സന്തോഷം. ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. നിങ്ങളുടെ ദാമ്പത്യത്തിലും നിങ്ങളുടെ കുടുംബത്തിലും എല്ലാ മേഖലയിലും ഉയർച്ച ഉണ്ടാവട്ടെ കേട്ടോ. പിന്നെ ഷാന നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ? കുറെ കാര്യങ്ങള് എല്ലാം ഫീഡ്ബാക്ക് ഒന്നും നമ്മൾ ഫുള്ള് കേട്ടിട്ടില്ല. കുറെ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ്, ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയ ആൾ കൂടിയാണ് അല്ലേ ഷാന? ഷുവറായിട്ട് സാറേ, ശരിക്കും. ഓക്കെ, യെസ്. അപ്പോ പിന്നെ ഒറ്റ ആളിലേക്ക് പോവാം. ഷാന ഷെറീൻ കേൾക്കുന്നുണ്ടോ? നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഷാന ഷെറീൻ കേൾക്കുന്നുണ്ടോ? യെസ്. അൺമ്യൂട്ട് ചെയ്തോളൂ. ആദ്യം തന്നെ ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ ഞാനിപ്പോ 4th ബാച്ചിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കംപ്ലീറ്റ് ചെയ്തില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്. അപ്പോ വരുമ്പോ തന്നെ ഒരുപാട് കൺഫ്യൂഷൻ ആയി, ജോയിൻ ചെയ്യണോ, ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? സാറിനൊക്കെ നേരിട്ട് വിളിച്ചിട്ടുണ്ട്. പിന്നെ അനിയനൊക്കെ ഇങ്ങനെ പറഞ്ഞു, എന്തിനു ചെയ്തേ, ഇതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ, എന്ത് കാര്യം, വേറെ എന്തെങ്കിലും ചെയ്തോന്നൊക്കെ പറഞ്ഞതാ. അപ്പൊ എന്തോ ഒരു എന്താ പറയാ, ഒരു ഭാഗ്യം കൊണ്ടാണ് ഇതിൽ എത്തിപ്പെട്ടതെന്ന് പറയാം. ഇപ്പൊ കുറച്ച് നേരത്തെ ചേരേണ്ടതായിരുന്നു എന്നാണ് ചേർന്നേരം തോന്നിയത്. ഒരുപാട് ലേറ്റ് ആയി പോയി. എങ്കിലും ഈ സമയത്തായിരിക്കും നമുക്ക് ദൈവം വിധിച്ചത്. കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. എന്താ പറയാ, സാറ് പറഞ്ഞ ടൂളുകളൊക്കെ ജീവിതത്തിൽ ചെയ്തത് കൊണ്ടായിരിക്കും ഒരുപാട് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഓക്കെ, നന്ദി. ഹലോ. ഓക്കെ, ഷാന മാം, സന്തോഷം. കുട്ടി എന്തോ മോന് കരയുന്നുണ്ട്, അതുകൊണ്ടാണ്. ശരി, കുട്ടിക്കാരിയാണല്ലേ. ഓക്കെ. അപ്പോ ഏതായാലും ഇത്രയും ആളുകള്, ഇനിയും ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അവരെല്ലാരെയും ഒന്നും നമ്മൾ വിളിക്കുകയോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇവര് ജോയിൻ ചെയ്തത് കൊണ്ട് അവരോട് ചോദിച്ചതാണ്. അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളെല്ലാം ഇത് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. നിലവിൽ നമ്മുടെ ലൈഫ് ഹാപ്പി ആയിരിക്കാം, നമ്മുടെ കുട്ടികളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം ശരിയാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അതിന് മുന്നേ തന്നെ അത്തരം രോഗങ്ങൾ വരാതിരിക്കാനുള്ള നടപടി എടുക്കുകയാണ് വേണ്ടത്. ഇതേപോലെ നമ്മുടെ ദാമ്പത്യത്തിലും നമ്മുടെ സൗഹൃദങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ ആരോഗ്യത്തിന്റെ വിഷയത്തിലും എല്ലാം തന്നെ ആരോഗ്യമടക്കം നമ്മൾ ചർച്ച ചെയ്യാണ്. കാരണം നമ്മുടെ മാനസികമായി നമ്മൾ അനുഭവപ്പെടുന്ന പല പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഗുരുതരമായ പല പ്രശ്നങ്ങൾക്ക് വരെ കാരണമാകുന്നു. അതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. 90% രോഗങ്ങളും സൈക്കോസമാറ്റിക് ആയിട്ടുള്ള രോഗങ്ങളാണെന്നാണ് പറയുന്നത്. മാനസിക സംബന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോസമാറ്റിക് ഡിസീസസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ദേഷ്യമോ വാശിയോ വിഷമങ്ങളോ പ്രയാസങ്ങളോ സങ്കടങ്ങളോ എന്തോ ആയിരിക്കും. മനുഷ്യ സഹജമായി ഇത്തരം വികാരങ്ങളൊക്കെ വരണം, വന്നു പോകണം. പക്ഷെ വന്നു പോകുന്നില്ല. അത്തരം വികാരങ്ങൾ നമ്മളെ പിടിച്ചു ഭരിക്കുന്നുണ്ടെങ്കിൽ പിൽക്കാലത്ത് അത് നമുക്ക് വലിയ ദോഷമുണ്ടാക്കാനും, അത് ശാരീരികമായി മാത്രമല്ല, മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ആത്മീയമായും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ എല്ലാവരും ഇസ്ലാം ആണെങ്കിലും ഇനി സനാതനധർമ്മം ഹിന്ദു ആണെങ്കിലും ഒരു ക്രിസ്തുമത വിശ്വാസിയാണെങ്കിലും എല്ലാവർക്കും അവരുടെ മതവും ആചാരങ്ങളും കാര്യങ്ങളും വിശ്വാസം വളരെ പ്രധാനമാണ്. സർവേശ്വരനായ ജഗതീശ്വരനായ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ പോലും എന്ത് ചെയ്യും, നമുക്ക് കളങ്കം വരാനും നമുക്ക് ഒരു ആത്മീയത നഷ്ടപ്പെട്ടു പോകാൻ പോലും കാരണമാകുന്ന ഒരു വലിയ അപകടകരമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് എമോഷണൽ ബാലൻസിങ് ഇല്ല, എമോഷണൽ മാനേജ്മെന്റിലെ സ്കിൽ ഇല്ല, അല്ലെ നമ്മുടെ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സാധിക്കുന്നില്ല, നല്ല ഒരു പാരന്റിങ് നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എത്രത്തോളം ആരാധനാ കർമ്മങ്ങൾ, ഹോമങ്ങൾ അല്ലെങ്കിൽ യത്നങ്ങൾ എന്ത് ചെയ്താലും ഉറപ്പായിട്ടും 10,000 പറ കണ്ടതും വെള്ളത്തില എന്ന് പാടിയ പോലെ നമ്മൾ എന്ത് കണ്ടുവെച്ചാലും നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, കൊടുക്കേണ്ട രീതിയിലുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതേപോലെ തന്നെ ഈ ജീവിതത്തിൽ നമുക്ക് ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായ പല കാഴ്ചകളും മനോഹരമായ പല ശബ്ദങ്ങളും മനോഹരമായ ഗന്ധങ്ങളും മനോഹരമായ അനുഭവങ്ങളും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാതെ ഏതെങ്കിലും ചില പ്രയാസകരമായ കാര്യങ്ങളിൽ മാത്രം നമ്മുടെ ചിന്ത കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ ശരിയായ രീതിയിലല്ല സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവാനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരണമെങ്കിൽ,
ശാന്തിയും സമാധാനവും ഉള്ള ഒരു മനസ്സ് നേടിയെടുക്കണമെങ്കിൽ ഉറപ്പായും നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ജീവിതം നിങ്ങൾക്ക് പഠിക്കാനുള്ള, നിങ്ങളുടെ നിലവിലുള്ള ലൈഫിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കുന്ന സമയമായിട്ട് നിങ്ങൾ ഇതിനെ കാണുക. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഇതൊരു കോഴ്സ് അല്ല, ഇതെന്തോ ഒരു സൈക്കോളജിയുടെ എന്തോ ഒരു കോഴ്സോ കാര്യമോ അല്ല. നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമാക്കാനുള്ള ഒരു യാത്രയായി മാത്രം കാണുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള യാത്രയായി നിങ്ങൾ ഇതിനെ കാണുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായി നിങ്ങൾ ചെലവഴിച്ച സമയം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമായി നിങ്ങൾക്ക് കണ്ടെത്താനുള്ള ഒരു സമയമായി നിങ്ങൾ ഇതിനെ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി, ഏറ്റവും സന്തോഷത്തോടുകൂടെ, ഏറ്റവും തൃപ്തിയോടുകൂടെ ചെലവഴിച്ച സംഖ്യ എന്തെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിനെ തിരഞ്ഞെടുക്കാമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നിങ്ങളോട് പറയുന്നു. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഈ ക്ലാസ്സിനും ഇതിലുള്ള മൊഡ്യൂളിലും ഒരുപക്ഷെ ദൈവാനുഗ്രഹത്താൽ എനിക്കും എൻ്റെ പ്രിയപ്പെട്ട മെന്റേഴ്സിനും സാധിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എക്കാലവും സന്തോഷവും സമാധാനവും സർവേശ്വരൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒന്നുകൂടെ പറയാൻ വേണ്ടിയിട്ട് മുർഷിദ മിസ്സിനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ഇപ്പോൾ ചോദിക്കാനുണ്ടോ? ഒറ്റ മിനിറ്റ്. എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടോ? ഞാൻ ഇതുവരെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ, ചോദിക്കാം. എന്തെങ്കിലും ഞാൻ ഇതുവരെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. താങ്ക് യു. യെസ്, അപ്പൊ ഏതായാലും എല്ലാവർക്കും സന്തോഷങ്ങൾ, സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ. ബി ഹാപ്പി, മേക്ക് അതേഴ്സ് ഹാപ്പി. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നമ്മളോട് ഈ കോഴ്സിനെ കുറിച്ചും നമ്മുടെ ഓരോരുത്തരുടെയും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. താങ്ക് യു സോ മച്ച് സർ. അപ്പം ഈ 60 ദിവസം നീണ്ടു നിൽക്കുന്ന, ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ 60 ദിവസമായിരിക്കും ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അതിൽ 12 ഓഫ്ലൈൻ ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്നും കൂടെ വിശദമായിട്ട് പറയുന്നേ ഉള്ളൂ. തിങ്കളാഴ്ചയും അതേപോലെ ബുധനാഴ്ചയും ആഴ്ചയിൽ 2 ക്ലാസ് വീതം 12 ക്ലാസ്സുകളായിരിക്കും നമുക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ 60 ദിവസം ഒരു മെന്റർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളിപ്പോൾ പല ക്ലാസ്സുകളിലും നമ്മൾ പങ്കെടുക്കാറുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ട് ചിലപ്പോൾ നമ്മളത് നോട്ടിൽ എഴുതി പകർത്തി നമ്മൾ അങ്ങ് പോകും. പിന്നെ നമ്മൾ ആ കാര്യം എടുത്ത് നോക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ടാസ്കുകൾ, സാർ നേരത്തെ പറഞ്ഞു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി നമുക്ക് ചെറിയ ചെറിയ ടാസ്കുകൾ നമുക്ക് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ, സെൽഫ് ലവ് കൂട്ടാൻ, ഇപ്പൊ നേരത്തെ റിഷാന മാം ഒക്കെ പറഞ്ഞതുപോലെ സെൽഫ് ലവ് നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ, അങ്ങനെ കുറച്ച് ടാസ്കുകളൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്തോ, നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ, ഇനി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യണം എന്നൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ലേഡി മെന്റർ കൂടെ ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഒരു പക്ഷെ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആശ്വാസം കിട്ടാറുണ്ട് അല്ലേ. അപ്പം ഈ ഒരു 60 ദിവസവും നമുക്ക് അങ്ങനെ എന്ത് കാര്യം വേണേലും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെന്റർ കൂടെ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അമേസിംഗ് ആയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ ഫീ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരാള്. അപ്പോൾ ഫീന്റെ കാര്യം വരുമ്പോൾ ആക്ച്വലി ഇതിന്റെ ആക്ച്വൽ ഫീ വരുന്നത് 15,000 രൂപയാണ്. പക്ഷെ ഏർലി ബേർഡ് ഓഫർ ആയിട്ട് നമുക്ക് ഇന്നിപ്പോ 25-ാം തീയതിയാണ്, 28-ാം തീയതി വരെ നമുക്ക് 10,000 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റും. ഈ 28-ാം തീയതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 10,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 28-ാം തീയതി മുതൽ ജൂലൈ 1-ാം തീയതി വരെ നമുക്ക് ഈ ഒരു കോഴ്സ് 12,000 രൂപക്കാണ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സമയത്താണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ 12,000 രൂപക്കാണ്. അഡ്മിഷൻ ഫീ വരുന്നത് 1000 രൂപ മാത്രമാണ്. അപ്പൊ നിങ്ങളെ സീറ്റ് വളരെ കുറഞ്ഞ സീറ്റുകളാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്താം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ, ഫീ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ആരാണോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത് അവരോട് ഈ കാര്യത്തിനെ കുറിച്ച്, ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു സെഷൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും സമയം നമ്മളെ സാറിനെ കേട്ടിരുന്ന ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. ഇനി മുന്നോട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളും സമാധാനവും ഉള്ളൊരു ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ.